ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ധന്യനിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇന്നത്തെ ദിവസം ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ നയനാച്ചായൻ, APC പ്രയർ സെൻറ്റർ സഭയുടെ സീനിയർ ശുശ്രൂഷകനും കർത്താവിൽ ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതുപോലെ എന്നെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവിൽ ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജു പൂവക്കാലെ അവറുകൾ, കർത്തൃദാസനോട് ചേർന്ന് ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ എൻ്റെ കൂട്ടുപ്രവർത്തകരായ കർത്തൃദാസന്മാർ, ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾ, പ്രത്യേകിച്ച് ടൗൺ സഭയിൽ നിന്ന് ഇന്നലെ അനൗൺസ് ചെയ്തതാണ് രായൻചായൻ വരുവാനിടയായിട്ടുണ്ട്, മറ്റെല്ലാവരുടെ വരും എന്ന് വിശ്വസിക്കുന്ന സ്തോത്രം. പ്രിയ രായൻചായൻ, എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ പകൽ അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഒരു ഭാഗവാക്കാകുവാൻ, ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. എന്നെ പലർക്കും പരിചയമുണ്ട്. ഇപ്പോൾ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് സാബു മാത്യു എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കരയ്ക്കടുത്ത് കലേവരം IPC സഭയുടെ അംഗമാണ്. കഴിഞ്ഞ 28-ൽ പരം വർഷമായിട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി വിവിധ പാസ്നേജുകളിൽ താമസിച്ച കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തു വരുന്നു. അപ്പോൾ തന്നെ അയക്കപ്പെടുന്ന ഇടങ്ങളിലും കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് IPC തിരുവല്ല ടൗൺ സഭയുടെ ശുശ്രൂഷകനായിട്ട് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ വഴികൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബസ്ഥനും 2 പെൺകുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്ക് ഒരു കുഞ്ഞുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ജോലിയോടുള്ള ബന്ധത്തിൽ പ്രിയ മകളായിരിക്കുന്നു. രണ്ടാമത്തെ മകൾ BSc നേഴ്സിങ്ങിന് 2ാം വർഷം ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ചെറുപ്പക്കാരൊക്കെ പറയാറുള്ളത് പോലുള്ള വീരപരാക്രമ സാക്ഷ്യം എനിക്ക് പറയാനില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. എനിക്ക് 11 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. എൻ്റെ അമ്മയുടെ 23ാമത്തെ വയസ്സിൽ ഒരു കടുത്ത യാഥാസ്ഥിതിക ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലായിരുന്ന എൻ്റെ മാതാവ് അവിടെ നിന്ന് ഇന്നേക്ക് ഏകദേശം ഒരു 55 വർഷം മുമ്പ് ഈ പെന്തക്കോസ്ത് സത്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിച്ചു. വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ വെല്ലുവിളികളും പ്രയാസങ്ങളും അന്നത്തെ സാഹചര്യങ്ങളിലുള്ള കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പാട്ടുകാരൻ പറയുന്നത് പോലെ കരുത്തനായവൻ കരത്തിൽ പിടിച്ചിരിക്കയാൽ വിരുദ്ധമായി വരുന്നതൊന്നുമേതുമേ ഭയന്നിട എന്നുള്ള പാട്ടുപോലെ കർത്താവിൻ്റെ കൃപ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഞങ്ങളെ നടത്തി. എൻ്റെ അമ്മ സേവിച്ച കർത്താവിനെ എനിക്കും സേവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യകരമായ ഏറ്റവും ഭാഗ്യകരമായ അനുഭവം എന്ന് പറയുന്നത് ഈ വയലിൽ ഈ തോട്ടത്തിൽ ഒരു ശുശ്രൂഷകനായിരിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. കർത്താവിൽ വളരെ സ്നേഹനിധികളായി നിങ്ങളോടൊപ്പം എനിക്കും ഒരുമിച്ച് ഇന്ന് പകൽക്കാലമായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ചോദിക്കാറുണ്ട്, പിതാവില്ലാത്തതിൻ്റെ വേദന, സഹോദരങ്ങളില്ലാത്തതിൻ്റെ വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ ഒരു പിതാവില്ലാത്തതിൻ്റെ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഞാൻ അതിൻ്റെ ഒരു കുറവ് പോലെ എനിക്ക് തോന്നിയത്. അതെൻ്റെ വിവാഹത്തിൻ്റെ ദിവസമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, ആ രാവിലത്തെ 3 മണിക്കൂർ ആ കസേരയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ആ കസേരയിലിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാനിത് പറയുന്നത് ഒരു പരാജയത്തിൻ്റെ കാര്യം പറയാനല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിലെ ഒരു പിതാവ് കരുതുന്നതിനേക്കാൾ ഉപരിയായി, ഒരു പിതാവ് സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇന്നും എന്നെ പരിപാലിക്കുകയും ഇന്നും എൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ആ സാന്നിധ്യത്തിനായി ഞാൻ ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
സഹോദരങ്ങളില്ലാത്തതിൻ്റെ വേദനകളും ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം കൂടപ്പുറപ്പുകളെക്കാൾ ഉപരിയായി, ബന്ധുജനത്തെക്കാൾ ഉപരിയായി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനവധി ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബന്ധത്തിലുള്ള പ്രിയപ്പെട്ടവർ, ചാർച്ചയിലുള്ള പ്രിയപ്പെട്ടവർ പലപ്പോഴും മറന്നുപോകുന്ന സ്ഥാനത്ത് രാത്രിയുടെ പല യാമങ്ങളിൽ പോലും ഉറങ്ങിക്കിടക്കുമ്പോൾ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ വിഷയങ്ങൾ നേരിടാനുള്ള വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൈത്താങ്ങ് നൽകുന്ന കൂടപ്പുറപ്പുകൾ, ആത്മീയ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, ഇത് ഈ വയലിലല്ലാതെ മറ്റൊരു വയലിലില്ല. ഈ തോട്ടത്തിലല്ലാതെ മറ്റൊരു തോട്ടത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയുസ് മുഴുവനും ഈ കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും ഇതപര്യന്തം നൽകി. എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഭൗതിക നന്മകളാലും ദൈവം നിറച്ച് ക്രിസ്തു യേശുവിൽ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ കഷ്ടങ്ങളില്ലെന്നോ പ്രയാസങ്ങളില്ലല്ലോ അല്ല. ദൈവഭൃത്യന്മാർ ഇവിടെ ഉണ്ട്. ജീവിതത്തിൽ തകർന്നു പോയെന്ന് ചിന്തിച്ച സമയങ്ങൾ, ഇനി ഒരു ദിവസം മുന്നോട്ടില്ലെന്ന് ചിന്തിച്ച സമയങ്ങൾ, ശുശ്രൂഷ തീർന്നു പോയെന്ന് ഹല്ലേലൂയ വിചാരിച്ച സമയങ്ങൾ, പക്ഷേ അവിടൊക്കെ ജീവിതത്തിൽ പുത്തൻ ഉണർവ് നൽകി ഹല്ലേലൂയ കഴിഞ്ഞതിനേക്കാളും ശ്രേഷ്ഠമായ അളവിൽ നടത്തിയ ദൈവത്തിൻ്റെ കൃപകളോർത്ത് ഈ രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ ഈ പകൽക്കാലം? ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ സന്തോഷിക്കണം. കാരണം നിങ്ങൾ മറ്റെവിടെ പോകുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ഒരിടത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നതിൻ്റെ പേരിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ! എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? ഇവിടെ വന്നതിൻ്റെ പേരിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനം പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനം കേട്ടാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനം അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട തോട്ടമാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ അല്പസമയം വാ തുറന്നൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വയലാണ്. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തോട്ടമാണ്. ഇതിൻ്റെ സാക്ഷികളാകുവാൻ, ഈ കസേരയിൽ വന്നൊന്നിരിക്കുവാൻ, ഈ ഉപവാസത്തിൻ്റെ ഒരു ഭാഗവാക്കാകുവാൻ ദൈവമേ എൻ്റെ ആയുസ്സിൽ എനിക്കൊരു ഭാഗ്യം തന്നല്ലോ എന്നോർത്ത് ഈ രാവിലെ എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മാത്രമല്ല, പ്രാർത്ഥിക്കാതിരുന്ന എത്രയോ വിഷയങ്ങൾക്ക് മറുപടി നൽകിയ ഒരു ദൈവം, നാം അവിശ്വസ്തരായിരുന്നപ്പോൾ വിശ്വസ്തനായിരുന്ന ഒരു കർത്താവ് നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്ര നല്ല ഒരു രക്ഷകൻ, ഇത്ര നല്ലൊരു വീണ്ടെടുപ്പുകാരനെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവമക്കളെ നിസ്സംഗതയോടെയല്ല, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ചലനാത്മകതയോടെ ഹല്ലേലൂയ ഇന്ന് രാവിലെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരട്ടെ. നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ സാമർഥ്യവും നമ്മുടെ പണവും ഒക്കെ അസ്ഥാനത്താകുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ടി ചലിക്കപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വമേറിയ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ അളവറ്റ കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് അനുഭവിക്കാനിടയാകണം. പണ്ടൊക്കെ ഉപവാസത്തിന്റെ ഡയറികൾ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. ഉപവാസത്തിലിരിക്കുമ്പോൾ എഴുതി വെക്കുന്ന വിഷയങ്ങൾ എഴുതി വെക്കും. അടുത്ത ഫാസ്റ്റിംഗ് പ്രെയർ വരുമ്പോൾ പേജുകൾ പുറകോട്ട് നോക്കുമ്പോൾ മിക്കവാറും എഴുതി വെച്ച എല്ലാ വിഷയങ്ങൾക്ക് ടിക്കിട്ടതായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥനയുടെ വിടുതലുകൾ അനുഭവിച്ചവരാണ് പിന്നെയും പ്രാർത്ഥിക്കുന്നത്. ഉപവാസത്തിന്റെ മഹത്വം അനുഭവിച്ചവരാണ് പിന്നെയും ഉപവസിക്കുന്നത്. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങി പോകയില്ല. ഇന്ന് പകൽകാലം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കരുത്തുകൊണ്ടോ ശക്തി കൊണ്ടോ തത്വശാസ്ത്രം കൊണ്ടോ നീക്കാൻ കഴിയാത്ത ചിലതിനെ നീക്കാൻ
പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും സ്തോത്രത്തിനും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നതിൽ കൂടെ ചില വിടുതലുകൾ, ചില ശബ്ദ തരംഗങ്ങളിൽ കൂടെ ചില വിടുതലുകൾ ഇന്ന് പകൽ ഇവിടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. അവൻ വചനത്തെ അയച്ച് അവൻ അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവൻ അവരെ വിടുവിച്ചു. ഇന്ന് പകൽ എന്ന് മാത്രമല്ല, ഈ വരുന്ന 20 കാലലി അടുത്ത ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങുന്ന ചില വചനത്തിന്റെ ശബ്ദ തരംഗങ്ങളാൽ, സ്തുതി സ്തോത്ര തരംഗങ്ങളാൽ ചില ജീവിതങ്ങൾ പണിയപ്പെടാൻ പോകുന്നു. ചില ജീവിതങ്ങൾ ഉയരപ്പെടാൻ പോകുന്നു. ഉടമന ഹംദൽ ഖൗഡാജാലോ ഹത്തുരാദി ഹംദൽ ഖൗഡാജാനോ ഉടമനി ഹംദൽ ഖൗഡന. ഹല്ലേലൂയ. ബാഹ്യവും ആന്തരികവുമായ അദൃശ്യവുമായ ചില ശക്തികളെ ഭേദിച്ച് ചിലരെ ചലനാത്മകമായ രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കാൻ പോകുന്ന ദിവസങ്ങളാണെന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുമ്പോൾ, അത് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹംദരാദൽ ഖൗഡം ജാനാ വൈഡ ഖൗഡേ ജാനാ റീബലാദി ഹംദ ഷൗഡ ഛാരാ റിയ. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. ഉടവന ഹംദരാ ദീര ഖൗഡ ജാനാ റീബൽ ഖൗഡ ജാനാ ഹത്തുരാരി ഗംബം പ്രൗഢ ഖൗഡ ഗജാ റീദൽ ഖൗഡ ഗജാ. ഹല്ലേലൂയ Hallelujah. Glory. Jibara baba sharajara ragal kharajana hamdare diral khauda jana hamdara shaudal khauda jana. ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയ അതിനൂതനമായ വാഹനം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന വലിയ റോക്കറ്റാണ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് താമസമിന അതിൻ്റെ വലിയ പതിപ്പുകൾ ലഭിക്കപ്പെടാൻ പോകുകയാണ്. കൊച്ചിയിൽ നിന്ന് പൊങ്ങുന്ന റോക്കറ്റ് മണിക്കൂറുകൾക്കകം ന്യൂയോർക്കിലെത്തുന്ന, മിനിറ്റുകൾക്കകം ന്യൂയോർക്കിലെത്തുന്ന, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് വൻകരയിലും ഏതാനും ചില മണിക്കൂറുകൾ മിനിറ്റുകൾ കൊണ്ടെത്തുന്ന അതിനൂതനമായ വാഹനം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ ഓടുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം, സ്തോത്രത്തിൻ്റെ ശക്തി. സ്തോത്രത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഹല്ലേലൂയ. ഗ്ലോറി. ഉടവന ഹത്തുരാ റൗഡ ഖൗഡാ ജാനാ ഹംദരാ റൈഡൽ ഖൗഡാ ജാനാ സിയ. സ്തോത്രം. എൻ്റെ 28 വർഷത്തെ ഈ ശുശ്രൂഷയിലിടയിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ കഴിവുള്ളിടത്തോളം പ്രാർത്ഥിച്ചൊരുങ്ങാതെ ഒരു യോഗത്തിന് പോകത്തില്ല. ഒരു കോട്ടേജ് മീറ്റിംഗ് ആണേലും പ്രാർത്ഥിച്ചൊരുങ്ങാതെ ഒരു യോഗത്തിന് പോകത്തില്ല. പക്ഷേ എത്ര ഒരുങ്ങിപ്പോയാലും ചില ദൈവപ്രവർത്തികൾ നടക്കുന്നത് എൻ്റെ ബുദ്ധിക്ക് അതീതമായ ചില വാക്കുകളിൽ കൂടിയാണ്. എൻ്റെ വാക്കുകൾക്ക് അതീതമായ ചില ദർശനങ്ങളിൽ കൂടിയാണ്, ചില ശബ്ദങ്ങളിൽ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ചില ദൈവിക വിടുതലുകളിലൂടെ സംഭവിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതിൻ്റെ ഉറപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് ചില വചനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ ദൂതുകൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ, ഓ ഹല്ലേലൂയ,
വ്യക്തവും അടയാള സഹിതവുമായ ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഈ മീറ്റിങ്ങിനെ കുറിച്ച് തന്നെ കർത്താവിൻ്റെ ദാസന്മാർ വിളിച്ച സന്ദർഭത്തിൽ ആ സമയം മുതൽ ഹൃദയത്തിൽ വളരെ പ്രാർത്ഥനയുണ്ടായിരുന്നു. കാരണം ദൈവം നൽകുന്ന ദൂതാണ് പറയേണ്ടത്. ഉപവാസപ്രാർത്ഥനയെ പ്രസംഗത്തെക്കാൾ ദൂതുകൾക്കാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ നടന്ന കരിസ്മ ക്രൂസൈഡിൽ ശക്തമായ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടു. പക്ഷെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ചില ദൂതുകൾ നമ്മെ ചലിപ്പിക്കുന്നതായിരിക്കണം. മൂന്ന് രീതിയിൽ ഇവിടെ എന്നേക്കാൾ വളരെ സീനിയറായ കർത്തദാസന്മാർ ഇവിടെ ഉണ്ട്. ഈ ശുശ്രൂഷയുടെ 3 അനുഭവങ്ങൾ ഞാൻ പറയാം. ചില ഇടങ്ങളിൽ നമ്മൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പം നമ്മൾ ഒരുക്കാതെ തന്നെ ചില ദൂത് ദൈവം നമുക്ക് തരും. ശരിയാണോ? നമ്മൾ ഒരുക്കണ്ട ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ശുശ്രൂഷയെ കുറിച്ച് നമ്മൾക്ക് ക്ഷണം വരുമ്പോൾ തന്നെ നമ്മുടെ പരിശ്രമം ഇല്ലാതെ ചില ദൂത് ദൈവം നമുക്ക് തരും. സ്തോത്രം. ചിലയിടത്ത് അങ്ങനെ കിട്ടത്തില്ല. ചിലയിടത്ത് നമ്മൾ വളരെ പ്രാർത്ഥിച്ച് ദൂത് പ്രാപിച്ച് ഒരുക്കണം. ചിലയിടത്ത് ഒരു ദൂതില്ലാതെ ഒരിടത്ത് പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലൊക്കെ ഉള്ളിടത്തൊക്കെ ദൂതില്ലാതെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് ഊപ്പാട് വരും. സ്തോത്രം, സ്തോത്രം. ഞാൻ പറയാൻ വന്നതിൻ്റെ കാര്യം എന്തുവാ ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്നതിൻ്റെ കാര്യം, കയ്യിലൊരു ദൂതുണ്ട്. സ്തോത്രം. മൂന്നാമതൊരു കാര്യം കൂടെ നടക്കും. ഒരുക്കിയ ദൂതുമായി പോയാലും ചെല്ലുന്നിടത്ത് ചെല്ലുമ്പോൾ വേറൊരു ദൂത് പ്രകാശിക്കപ്പെടും. ഈ 3 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. സ്തോത്രം. അതിലെ ഇവിടുത്തെ കാര്യം, ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഇവിടെ ക്ഷണിച്ചപ്പോഴേ ദൈവം എനിക്ക് ദൂത് തന്നെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലും എനിക്ക് തോന്നുന്നു 18-ഓ 19-ാമത്തെ ദിവസമായിരുന്നു ഞാൻ ശുശ്രൂഷിച്ചത്. അന്നും ഇത് തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്ക് അന്ന് ഞാനിവിടെ സംസാരിച്ചത്. സ്തോത്രം. ഇന്നും അതിൻ്റെ തുടർമാന ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുക. സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനം. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് അനവധി പ്രത്യേകതകൾ ഉള്ളതിൽ ഒരു പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ സിംഹാസനം സഞ്ചരിക്കുന്ന സിംഹാസനമാണ്. സ്തോത്രം. ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ ക്ഷണം ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാനായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ച ഒരു വാക്യമുണ്ട്. ആ വാക്യത്തോട് ചേർന്ന് നൽകിയ ചില വാക്കുകളുണ്ട്. അതിനൊരു ടോപ്പിക്കുമുണ്ട്. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ വിഷയം ക്രിസ്തു ജയം എന്നുള്ളതാണ്. മലയാളത്തിൽ ക്രൈസ്റ്റ് വിക്ടറി. ഒന്ന് പറഞ്ഞേ ക്രിസ്തു ജയം. ഒന്ന് പറഞ്ഞേ ക്രിസ്തു ജയം. വാഗൊണ്ടെന്ന് പറഞ്ഞേ ക്രിസ്തു ജയം, ക്രൈസ്റ്റ് വിക്ടറി. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ആധാരമായി കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗമാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. മതി. അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾ ഈ വാക്യം ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും ഞാനും വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നൊരു പ്രത്യേക ദൂതാണെന്ന് നിങ്ങളോട് മാത്രം പങ്കുവയ്ക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ളത്. സ്തോത്രം. നിങ്ങൾ
തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. പ്രാർത്ഥനയിൽ പോരാടുന്നു. എന്തിനാണ് എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നത്? 2 വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു തികവിന് വേണ്ടി, ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി. 2, ദൈവഹിതം സംബന്ധിച്ച ചില വിഷയങ്ങളിലുള്ള ഉറപ്പിനു വേണ്ടി. സ്തോത്രം. പ്രാർത്ഥനയിൽ എന്തോ ചെയ്യുന്നു? പോരാടുന്നു. സ്തോത്രം. ഇനി പരിശുദ്ധാത്മാവ് നൽകിയ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നൽകിയ ദൂത് ഈ സഭയിലുള്ളവർ ദൈവദാസന്മാർ ശ്രദ്ധിച്ച് കേൾക്കണം. 3 വാക്കുകളാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്. വളർച്ച, വർധനവ്, തികവ്. മറക്കരുത്. സ്തോത്രം. ദൈവദാസന്മാരെ ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവ് നൽകിയ ദൂത. വളർച്ച, വർധനവ്, തികവ്. സ്തോത്രം. ഈ 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും അത്. ആമേൻ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആരും ആമേൻ പറയുന്നില്ലല്ലോ. അങ്ങനെ ആയിരിക്കണമെന്നാണ് ഈ ആമേൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. സ്തോത്രം അല്ലേ? ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്? വളർച്ച, വർധനവ്, തികവ്. സ്തോത്രം. സാധാ കാര്യങ്ങളാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഇത് പോരാടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു വളർച്ച ആഗ്രഹിക്കുന്നു, വളർന്നു കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു വളർച്ച ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഒരു വളർച്ച ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? യേശുവിൻ്റെ രക്തം ചേമെടുക്കുകയാണ്. യെസ്. സ്തോത്രം. ഒരു വളർച്ച ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഇല്ലെങ്കിൽ സാധാരണ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഒരു വളർച്ച, ഒന്നുകൂടെ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ നിങ്ങള്, ചേർന്ന് പറഞ്ഞേ. വളർച്ച, വർധനവ്, തികവ്. സ്തോത്രം. ഇതാണ് ദൂത്. ഈ വളർച്ച, വർധനവ്, തികവ് ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ, ഈ 21 ദിവസത്തെ പ്രാർത്ഥനയിൽ ഒരു ഉഴപ്പൻ പ്രാർത്ഥനയും കൊണ്ട് നടന്നാൽ പറ്റത്തില്ല. പോരാടി പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇതുവരെ നടന്ന ഉപവാസ പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹം തന്നെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രവചനമായി ശക്തിയോടെ ഈ 11:30 ഞാൻ പ്രവചിച്ച് വിളിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ഈ സഭയുടെ ഒരു വർധനവിന് കാരണമാക്കി ദൈവം മാറ്റും. ചിലരുടെ വളർച്ചയ്ക്ക് ദൈവം കാരണമാക്കി മാറ്റും. ചിലരുടെ പൂർണ്ണതയ്ക്ക്, തികവിന് ദൈവം കാരണമാക്കി മാറ്റും. ഉടവര ഹംദര റൗഡ ഖൗഡ ജാന. ഹല്ലേലൂയ. ഹല്ലേലൂയ. റൗഡമന ഹംദര റൗഡൽ ഖൗഡ ജാര. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമുക്ക് ദൂതിലേക്ക് കടക്കാം. സ്തോത്രം. കൊലോസ്യ സഭ പൗലോസ് അല്ല സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. പൗലോസിനാൽ സ്ഥാപിക്കാത്ത സഭയിൽ ഒന്നാണ് കൊലോസ്യ സഭ. മറ്റൊന്ന് റോമ സഭ, റോമിലുള്ള സഭ. അത് പൗലോസ് സ്ഥാപിച്ചതല്ല. എന്നാൽ 3 വർഷം പൗലോസ് എഫെസോസിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ എഫെസോസിലെ ശുശ്രൂഷയുടെ ഫലമായി ഉണ്ടായ
ഒരു വ്യക്തിയാണ് എപ്പഫ്രാസ്. സ്തോത്രം. പൗലോസ് 3 വർഷം ശുശ്രൂഷ കഴിഞ്ഞ് പോയപ്പോൾ പൗലോസിനോട് ചേർന്ന് നിന്ന് എപ്പഫ്രാസിൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയും താൻ കേട്ട സുവിശേഷത്തിൻ്റെ മഹത്വവും തനിക്ക് വാക്കുകൾക്ക് ഒതുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് താൻ ചെന്നെടുത്തെല്ലാം ഇത് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ആത്മാവ് നിറഞ്ഞു സ്തുതിക്കുന്നവരുമുണ്ട്, സ്തുതിക്കാൻ വേണ്ടി സ്തുതിക്കുന്നവരുമുണ്ട്. ആത്മാവിൻ്റെ നിർബന്ധം കൊണ്ട് പറയുന്നവരും ഉണ്ടായിരുന്നു, ഉണ്ട്, പറയാൻ വേണ്ടി പറയുന്നവരുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച പകൽ, ഇവിടെ അടക്ക ശുശ്രൂഷ ആയതുകൊണ്ട് സഭയിൽ പ്രാർത്ഥനയില്ലായിരുന്നു, പക്ഷേ ശനി പകലും രാത്രിയും പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. ഈ ആത്മപൂർണൻ പോഷണ എന്ന് പറയുന്നത് രാത്രിയിൽ ദൈവം തരുന്ന വെളിപ്പാടുമായിട്ട് അതിരാവിലെ എഴുന്നേറ്റ് ചില ദൈവദാസന്മാർ കഥ തുറക്കുമ്പം ഞാൻ അവിടെ ചെന്ന് നിൽക്കുമായിരുന്നു. നിങ്ങൾ ചിന്തിക്കുക ഏതാണ്ട് കടം കയറി നഷ്ടപ്പെട്ട് കിടക്കുക. അങ്ങനെയല്ല. പെന്തക്കോസിലെ ചില പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും തലപ്പത്ത് ഇന്നും നിൽക്കുന്ന ചില ആളുകൾ. സ്തോത്രം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത്. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും പറയാറില്ല. അവരുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും പറയരുത്. അവരുടെ പ്രശ്നങ്ങൾ ദൈവത്തോട് മാത്രം പറയുമ്പം ദൈവം ചിലരോട് പറയും. അന്ന് എന്നോട് പറയുമായിരുന്നു, ഇപ്പം എന്നോട് പറയത്തില്ല. ഇപ്പം ഞാൻ വലിയ പാസ്റ്ററായതുകൊണ്ട് എന്നോട് പറയത്തില്ല, എനിക്ക് സമയമില്ല. അന്ന് എനിക്ക് സമയമുണ്ടായിരുന്നു. അന്ന് എനിക്ക് അന്ന് ദൈവം പറയും. ഞാൻ എപ്പോഴും ഇതൊക്കെ ഓർക്കും, ഇതെല്ലാം തിരുവല്ല സഭയിലും പറയാറുണ്ട്. അന്ന് എന്നോട് ദൈവം പറയുന്ന പോലെ ഇന്ന് പറയുന്നില്ല. അന്ന് ഞാൻ അന്നൊരു ബൈക്ക് മാത്രമേ ഉള്ളൂ. അന്ന് മിക്കവാറും ദിവസങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പം ബൈക്കിനകത്ത് പോകുമ്പം കിലോമീറ്ററുകൾ കോട്ടയം വരെ. ഞാൻ കൊട്ടാരക്കര ഭാഗത്താണ് ശുശ്രൂഷയിലായിരുന്നു. കോട്ടയം, സ്തോത്ര, റാന്നി, ഹല്ലേലൂയ, അത്തിക്ക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞാൻ പോകുന്ന യാത്രയിൽ എന്നോട് പറഞ്ഞു, ഇന്നടുത്ത് ചെല്ലുമ്പോൾ വലത്തോട്ടൊരു വഴിയുണ്ട്, അവിടോട്ട് കടന്നിയല്ലേ. സ്തോത്രം. അന്നൊക്കെ ആത്മാവ് പറയുന്ന ശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം പലപ്പോഴും പറയാറില്ലെന്നുള്ള വാസ്തവം എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞാലും കേൾക്കത്തില്ലെന്നറിയാവുന്നുണ്ട്. സ്തോത്രം. കാര്യം കർത്താവ് ആരോടെ പറയത്തുള്ളൂ? കർത്താവ് ആദ്യം 1 പറയും, 2 പറയും, 3 പറയും. പിന്നെ കേട്ടില്ലെങ്കിൽ ദൈവം കേൾക്കുന്നവനോട് പോയി പറയും. കർത്താവിന് വ്യക്തി ഒരു വിഷയമല്ല. ആരാണോ കേൾക്കാൻ ചെവിയുള്ളവൻ, ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് ചിലത് പറഞ്ഞിരിക്കും. ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കും. ഉറപ്പായിട്ട് ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, നമ്മുടെ ദൈവം സംസാരിക്കും. വ്യക്തമായി ദൈവം സംസാരിക്കും. ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും ദൈവം എന്നോട് സംസാരിച്ച ദൂതുകളാണ് എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊലോസിയിലെ സഭ പൗലോസ് അല്ല സ്ഥാപിച്ചത്. പക്ഷേ പൗലോസിന്റെ ശുശ്രൂഷയാൽ ആത്മാവിൽ നിറയപ്പെട്ടവനായി താൻ കേട്ട സുവിശേഷം, താൻ കേട്ട വചനം, സ്തോത്രം, താൻ പഠിച്ചതായ ഉപദേശങ്ങൾ കൊലോസിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ആളുകളോട് ഇത് പറഞ്ഞു. 3 പട്ടണങ്ങളിൽ അവിടെ സഭയുണ്ടായി. കൊലോസിയ, പിന്നെ ലവോദിക്കിയ, ഹീരപോലിസ്. ഈ 3 സ്ഥലങ്ങളിലായിട്ട് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞേ. ഇതെന്തിനാ ഞാൻ ഈ പശ്ചാത്തലം പറയുന്നതെന്നറിയാമോ? 21 ദിവസവും ദൈവത്തിൻ്റെ വചനവും ദൂതും ആലോചനയും കേൾക്കുക മാത്രമല്ല, 21 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പോകുന്നിടത്ത് നമ്മളിൽ മാത്രമല്ല, നമ്മൾ ചെല്ലുന്നിടത്തും കണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഒന്നിച്ച് കണ്ട് സന്തോഷിക്കാൻ ദൈവം ഇടയാക്കണം. ഹല്ലേലൂയ. എപ്പഫ്രാസിനാലാണ് കൊലോസ്യർ സഭ സ്ഥാപിക്കപ്പെടുവാനിടയായത്. എപ്പഫ്രാസാണ് അവരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചത്. കാരണം താൻ കേട്ട സുവിശേഷം തനിക്ക് ഒരിക്കലും ഒതുക്കുവാൻ കഴിയുന്നതല്ല.
ഈ പലരും ഒന്നും പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ, സുവിശേഷം എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ, ദൈവവചനം എന്നാ പറയാത്തതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ മഹത്വം അവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. മഹത്വം അറിഞ്ഞവർക്ക് മാത്രമേ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉറക്കെ പറ, അത് പറയാൻ. ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്നാ? സ്തോത്രം, ഹല്ലേലൂയ. എടുക്കണ്ട, 2 കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 4:4 പറയുന്നു, ഇത് തേജസ്സുള്ള സുവിശേഷമാണ്. 1 തീമോഥെയോസ് 1:11 പറയുന്നത് മഹത്വമുള്ള സുവിശേഷമാണ്. 1 കൊരിന്ത്യർ 9:18 പറയുന്നു, ഈ സുവിശേഷത്തിനകത്ത് ഒരു അധികാരമുണ്ട്. ഹലോ, ഈ സുവിശേഷത്തിനകത്ത് എന്തോ ഉണ്ട്? ഗ്ലോറി. നമ്മൾ പ്രാർത്ഥിക്കുമ്പം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, യേശു കർത്താവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചൊരു ദൈവ പൈതൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം അവിടെ നടക്കും. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് എൻ്റെ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നത് ചെറുതായിരിക്കാം, പക്ഷേ അത് ദൈവമായിട്ടുള്ള പേഴ്സണലാണ്. അതൊരു അടയാളമായിട്ടാണ്. നിങ്ങൾക്കാർക്കും അസൂയ ഇല്ലാത്തതുകൊണ്ടും സന്തോഷമുള്ളവരായതുകൊണ്ടും ഞാനത് ഒരു ഈ കഴിഞ്ഞ മാസം നടന്നൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നമ്മുടെ രാഞ്ചാൻ ഇരിപ്പുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ മോടെടുത്തോട്ട് അയർലൻഡിലെ ഒരാഴ്ചത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ അതിനുവേണ്ടി ആ പാസ്റ്ററോട് പേര് പറഞ്ഞത് എൻ്റെ മോളാണ്. പാസ്റ്റങ്ങളെ എൻ്റെ മോള് എന്ന് ചോദിച്ചിട്ട്, പാസ്റ്റങ്ങളെ ഇയർ എൻഡിങ്ങിൻ്റെ പ്രോഗ്രാം 1 വീക്ക് ഫാസ്റ്റ്, അവരെ 21 ഡേയ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ പാസ്റ്റർ റോയി മർക്കാർ, രണ്ടാമത്തെയാണ് ഒരാളെ വിളിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മോള് എന്ന് ചോദിച്ചു, പാസ്റ്റർ രണ്ടാമത്തെ ആളായോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞില്ല, ഞങ്ങളുടെ പപ്പായ്ക്ക് ഇങ്ങോട്ടൊന്ന് വരണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ പാസ്റ്റർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ. സ്തോത്രം. അങ്ങനെ ആ ഒരു 8-10 ദിവസത്തെ മീറ്റിങ്ങിനായിട്ട് ഞാനവിടെ പോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. ഞാൻ അതൊന്നും അല്ല പറയാൻ വന്നത്, ഒരു അത്ഭുതം പറയാനാണ് വന്നത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മോള് എന്നെ ക്ഷണിച്ചിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ഞാൻ നിന്റെ ദാസനായതുകൊണ്ട് നീ എന്നെ അയച്ചതാണെന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷുകാരായ ഒരാളിൽ കൂടെ ഒരു മാന്യത എനിക്കുണ്ടാവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ നല്ല ഹൃദയമുള്ളവരായതുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലാതെ ഉള്ളവരടുത്ത് പറയത്തില്ല. കാര്യം അല്ലാതുള്ളവരടുത്ത് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവമേ, എൻ്റെ മോള് വിളിച്ചാൽ ഞാൻ വന്നത്. സഭയിൽ നല്ല ശുശ്രൂഷയായിരുന്നു, സ്തോത്ര കാഴ്ചയൊക്കെ അവർ തന്നു. പക്ഷേ ഞാൻ നിന്റെ ദാസൻ എന്നുള്ള നിലയിൽ അവിടുന്നാണ് എന്നെ അയച്ചതെന്നുള്ളതിന് എനിക്കൊരു ഉറപ്പ് വേണം. സ്തോത്രം. കൃപയാൽ ഇംഗ്ലീഷ് സഭകളിലൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും വ്യക്തിപരമായിട്ട് അങ്ങനെ ഇരുന്നപ്പോഴുണ്ട്. ഒരു ദിവസം എൻ്റെ മോള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻ്റ് എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നേരത്തെ പോകും, എൻ്റെ പപ്പ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ആ മദാമ എൻ്റെ മോളോട് പറയുകയാണ്, അങ്ങനെയാണെ നിന്റെ ഫാദറിനെ എനിക്കൊന്ന് കാണണം. ആരാന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്, കേരളത്തിൽ നിന്ന് വന്ന, ഇന്ത്യയിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. ഒരു ദിവസം എന്നോടും പറഞ്ഞിട്ട്, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ ആരും അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയില്ല. പക്ഷേ ഈ മാന്യ വനിത എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് ഏത് തരത്തിലുള്ള ഫുഡാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും ഡെലീഷ്യസ് ഫുഡ് ഏത്? എനിക്കല്ല അറിയാവുന്നത്, നിനക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റാർ ഹോട്ടലിലോട്ട് കൊണ്ടുപോയി. സ്തോത്രം. എനിക്ക് ആവശ്യമായ ആഹാരം വാങ്ങിച്ചു തന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് സെന്ററിലോട്ട് ഞാനിതൊന്നും അറിയാതെയാണ്, ഒരു ഗിഫ്റ്റ് സെന്ററിലോട്ട് എന്നെ കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു, ഈ ഇരിക്കുന്നതിൽ നിനക്ക് എന്നാ വേണ്ടുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ എല്ലാം കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷെ എന്തോ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു നിമിഷം അവരങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവരെന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ നമുക്ക് നമ്മുടെയൊക്കെ ജ്ഞാനം വെച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ വാച്ചൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു, എനിക്കെല്ലാം ഉണ്ട്. അപ്പം എൻ്റെ മോള് പറഞ്ഞു, അങ്ങനെയൊന്നും അവരോട് പറയരുത്,
സ്തോത്രം. അവർ സന്തോഷം കൊണ്ടാണ് പറഞ്ഞത്, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. അവൾ കണ്ണ് കാണിച്ചു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഒരു വാച്ച് മതി. ഒരു പറഞ്ഞു, ഈ ഇരിക്കുന്നതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാച്ച് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ വാച്ചിൻ്റെ വലിപ്പത്തിന് വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞു, വിലയുള്ള വാച്ചിൻ്റെ വലിപ്പത്തിന് വേണ്ടി അല്ല ഞാനത് പറഞ്ഞു. ദൈവമാണ് എന്നെ അയച്ചതെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ദൈവത്തോട് ചോദിച്ചപ്പം അവിടുത്തെ ഇംഗ്ലീഷ് സഭകളിൽ അയച്ചൊരു ശുശ്രൂഷ നടത്തുന്നതിനേക്കാൾ ഉപരി ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് എന്നോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത പൂർത്തീകരിക്കാൻ കഴിവുള്ളവനാ ദൈവം. ഒന്ന് സ്വോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? യേശുവിന്റെ രക്തത്തെ ജയമെടുക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഗ്ലോറി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, നീ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ എനിക്ക് നിന്നെ കാണണം. സ്തോത്രം. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, ഈ സുവിശേഷം മഹത്വമുള്ള സുവിശേഷമാണ്. ഇത് തേജസ്സുള്ള സുവിശേഷമാണ്. ഇനി 2 തീമോഥെയോസിന്റെ ലേഖനത്തിൽ ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എഴുതിയിരിക്കുന്നത്, ഈ സുവിശേഷം മരണത്തെ മാറ്റി ജീവനും അക്ഷയതയും വരുത്തുന്നതാണ്. ഈ 21 ദിവസം ആഹാരം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ആരാധനയോടും സ്തോത്രത്തോടും ഹല്ലേലൂയ കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് കേട്ട് ആരാധിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു ജീവനുണ്ട്. നമ്മളിൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്താൻ കഴിയും ഈ സുവിശേഷത്തിന്. നമ്മുടെ ശരീരം ക്ഷയമുള്ളതാണ്, പക്ഷേ കേൾക്കുന്ന വചനം അക്ഷയമായതാണ്. ആ വചനത്തിൻ്റെ ഒരു രൂപാന്തരം നമ്മുടെ ശരീരത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. അങ്ങനെ ഈ ദൈവദാസൻ എപ്പഫ്രാസ് ആരംഭിച്ച ഈ സഭ ഇതൊരു നല്ല സഭയാണ്. നല്ല സഭകളിൽ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം അതാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ ഇടയിൽ, വിവിധ സ്വഭാവങ്ങളുള്ള ആളുകളുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഞാൻ മണക്കാലിയിലെ പഠനം കഴിഞ്ഞ് ആദ്യമായിട്ട് ഏകദേശം 100-175 കർത്തൃദാസൻ അവിടെ വന്നിട്ടുണ്ട്. കൊട്ടാരക്കര സെൻട്രൽ ഏറ്റവും നല്ലൊരു സഭയാണ് IPC ഉമ്മന്നൂർ സഭ. ഇതിലേക്കാണ് എന്നെ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. ഒരു 100-150 പുറത്തന്ന ആൾ അവിടെ ഉണ്ട്. അപ്പം എനിക്ക് സഭായോഗം നടത്താൻ പോലും അറിയത്തില്ലെങ്കിലും നല്ല ഈടുറ്റ പ്രബോധനങ്ങൾ പറയുന്ന അപ്പച്ചന്മാരവിടെ ഉണ്ട്. ഈടുറ്റ പ്രബോധനങ്ങൾ. അപ്പോൾ വിസിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഈ അപ്പച്ചന്മാരുടെ ഉപദേശങ്ങൾ ഭയങ്കര ശക്തം. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, ശുശ്രൂഷയിൽ വയ്യ മതി എന്നൊരു വാക്ക് പറയരുത്. പറയേണ്ട ഒരു വാക്ക് കൃപ തരണമേ എന്നാണ്. ദൈവമേ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് നീ പറയരുത്. എത്ര പ്രയാസമുള്ളിടത്താണെങ്കിലും ദൈവമേ ഇവിടെ നിൽക്കാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അവിടെ നിർത്തും. ദൈവം നിന്നെ കൊണ്ട് അവിടെ ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കും. മതി എന്ന് പറയരുത്, പറ്റത്തില്ലെന്ന് പറയരുത്, എന്നെ കൊണ്ട് ആകത്തില്ലെന്ന് പറയരുത്, ഇട്ടേച്ചു പോകരുത്. ഞാനതിൻ്റെ ജീവിതത്തിൻ്റെ പല ഏടുകൾ ഞാൻ ഓർത്തിട്ടുണ്ട്. എങ്ങനെ ശുശ്രൂഷിക്കുമെന്ന് ചിന്തിച്ച സമയങ്ങളിലൊക്കെ കർത്താവേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം പല പ്രാവശ്യം വായിച്ചിട്ട് ഒരു ദൂതും കിട്ടിയില്ലെങ്കിലും, പല ബുക്കുകൾ വായിച്ചിട്ട് ഒരാലോചനയും കിട്ടിയില്ലെങ്കിലും, ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ദൈവം ഹൃദയത്തിൽ ആലോചനകളെ നൽകി ഹല്ലേലൂയ നടത്തിയ ദൈവത്തിൻ്റെ വഴികൾ എത്ര ശ്രേഷ്ഠമെന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയെന്ന് പറയാൻ കാര്യം വെറുതെ പറഞ്ഞതല്ല. പ്രസംഗകർ ഏത് സഭയിൽ ചെന്നാലും പറയും നല്ല സഭയാണ്, നല്ല പാസ്റ്ററാന്നൊക്കെ പറയും. പക്ഷേ ഈ കൊലോസ്യ സഭ അവരുടെ ജീവിത അനുഭവമായതുകൊണ്ട് ഇത് എഴുതി വെച്ച, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ആ സഭ എങ്ങനെയുള്ള സഭയായിരുന്നു. ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. സ്തോത്രം. വീര്യം പ്രവർത്തിക്കുന്ന വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു കൊലോസിയിലുള്ള വിശ്വാസികൾ. ആ ഒരു കേൾവി.
രണ്ടാമത്തെ കാര്യമാണ് വിശുദ്ധന്മാരോടുള്ള അവരുടെ സ്നേഹം. ഈ കാലഘട്ടത്തിൽ പലരുടെയും സ്നേഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഉത്തമഗീതത്തിൽ നിന്നാണ് ടൗൺ ചർച്ച് 2 ആഴ്ചയായിട്ട് പ്രസംഗിക്കുന്നത്. ഉത്തമഗീതത്തിലെ ശുനേംകാരത്തി സഭയ്ക്ക് നിഴലായിരുന്നു. അപ്പോൾ സഭ ആരായിരുന്നു, ഇപ്പോൾ ആരാണ്, ഇനി എന്താകണമെന്നുള്ളൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകിയ ചില ദൈവിക ആലോചനകളാണ് ഓർപ്പിക്കുന്നത്. അതിനകത്ത് ശുനേംകാരത്തി അല്ലെങ്കിൽ സഭ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയായിരുന്നു. എത്ര വലിയ രഥവും വലിക്കും. ദൈവസഭയുടെ ഒരു പ്രത്യേകത, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ പ്രത്യേകത, ഹല്ലേലൂയ, എത്ര വലിയ ഭാരവും വലിക്കും. എത്ര വലിയ ഭാരവും. കാരണം കുതിരയ്ക്കറിയാം ഇത് എൻ്റെ ഭാരമല്ല, എൻ്റെ രാജാവിൻ്റെ രഥമാണ്. ഇന്ന് രാവിലെ ഒരു കാര്യം ഓർത്തോണം, ദൈവം അറിയാതൊരു ഭാരം എൻ്റെ മേലില്ല. ദൈവം തരാത്തൊരു രഥം എനിക്കില്ല. ഞാൻ വലിക്കുന്ന രഥം ദൈവത്തിന്റെ രഥമാണ്. ഫറവോന്റെ രഥമല്ല, രാജാതി രാജാവായ യേശു ക്രിസ്തുവിന്റെ രഥത്തെയാണ് ഞാൻ വഹിക്കുന്നത്. അവന്റെ കഷ്ടങ്ങളിൽ കുറവായതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്യാമോ പ്രിയപ്പെട്ടവരെ? രണ്ടാമത്തെ കാര്യമാണ് യെരുശലേം പോലെ മനോഹര, സ്തോത്ര തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. ഭയങ്കര സൗന്ദര്യമാണ്. കൊടിയോടുകൂടിയ സൈന്യം. സ്തോത്രം. കൊടി ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ജയിക്കുന്നവരുടെ കയ്യിലാണ് എന്തോ ഉള്ളത്. ജയിച്ച സൈന്യത്തിന്റെ കയ്യിലാണ് എന്തോ ഉള്ളത്. ഉറക്കെ പറഞ്ഞേ, കൊടിയുള്ളത്. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കൈ ദൈവം കൊടി തന്നിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു, സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് തൻ്റെ ഭക്തന്മാർക്ക് ദൈവം ഒരു കൊടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ചിലർ വന്നത് കൊടിയും കൊണ്ടാണ് വന്നേക്കുന്നേ. ആ കൊടി ഉയർത്തി സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. യേശുവിന്റെ രക്തം ചെവിടുകയാണ്. യഹോവ നിസിയ, യഹോവ എന്റെ ജയക്കൊടി. കരമടിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, കരമുയർത്തി ഹല്ലേലൂയ പറയുമ്പോൾ കർത്താവിന്റെ ജയത്തെയാണ് നാം ഘോഷിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാനത് പറഞ്ഞു വന്നപ്പം കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചൊരു പോയിന്റ് ഇതായിരുന്നു. സ്തോത്രം. ശുനേംകാരത്തിയുടെ ജീവിതത്തിലെ 4 പരാജയങ്ങളുണ്ട്. അതിലെ ഒരു പരാജയമായിരുന്നു, സ്തോത്രം, നിറം മാറി. എൻ്റെ നിറം മാറി. വെയിൽ കൊണ്ട് നിറം മാറി, ഇരുൾ നിറമായി. സ്തോത്രം. ഇന്ന് പലരുടെ നിറം മാറിയേക്കുക. നമ്മുടെ നിറം ഒറ്റ നിറമായിരുന്നു, അല്ലേ? യാഗമൃഗത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട മൃഗത്തിൻ്റെ നിറം ഒറ്റ നിറമാണ്. അത് IPC ആയാലും അസംബ്ലീസ് ഓഫ് ഗോഡ് ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും യാഗത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട മൃഗത്തിൻ്റെ നിറം. കാര്യം ഇതെല്ലാം തോലുരിച്ചതാണ്. ഇതിനകത്ത് പുള്ളിയും ചുവപ്പും കറുപ്പും ഇല്ല. ഇതിനകത്തല്ല, ഒറ്റ നിറമേ ഉള്ളൂ. ഏത് നിറമാ? ദൈവ സ്നേഹത്തിന്റെ ഒരു നിറം, ദൈവ സ്നേഹത്തിന്റെ ഒരു മുഖം. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട ദൈവ സ്നേഹം നമ്മളിൽ ഒന്ന് വർദ്ധിക്കണം. ഉടവൽ ഖൗഡാജാന ഹംദര റൗഷൽ ഖൗഡാജാന. കൊലോസിയ സഭയിലുള്ള ദൈവമക്കളുടെ വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട്, സ്നേഹം ആരോടുള്ള സ്നേഹം? ഉറക്കെ പറഞ്ഞേ, വിശുദ്ധന്മാരോടുള്ള സ്നേഹം. സ്തോത്രം. എനിക്ക് പറയേണ്ട ദൂതുണ്ടായിരുന്നു. അത് ഇതൊന്നും എൻ്റെ ടോപ്പിക്കല്ല, എന്നാലും ഞാൻ ഓടിച്ച് ഇങ്ങനൊരു സഭയെ ശുശ്രൂഷിക്കുന്ന സന്തോഷം. കാരണം വിശ്വാസമുള്ള വിശ്വാസികൾ, പിന്നെ ദൈവദാസന്മാരെ, പാസ്റ്ററെ സ്നേഹിക്കുന്ന വിശ്വാസികൾ. 3, സ്തോത്രം, ഹല്ലേലൂയ.
അവരുടെ പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ, ഭയങ്കര പ്രത്യാശയുള്ളവരാ. പ്രത്യാശയുള്ളവരാണ് സാമ്പത്തിക നഷ്ടം വന്നാലും നിരാശപ്പെടാത്തത്. പ്രത്യാശയുള്ളവരാണ് ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും നിരാശപ്പെടാത്തത്. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏക പിടി എന്ന് പറയുന്നത് എന്തുവാ? പ്രത്യാശ. ഏത് പ്രത്യാശ? നിത്യജീവന്റെ പ്രത്യാശ. നിത്യജീവന്റെ പ്രത്യാശ. ഇങ്ങനെ ഈ ശരീരം ക്ഷയിച്ചാലും അന്യമല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും, അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സമന്മാരാകുമെന്നുള്ള ആ ജീവനുള്ള പ്രത്യാശ, മരിച്ചാലും ജീവിപ്പിക്കുമെന്നുള്ള വലിയ ജീവനുള്ള പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളുടെ യോഗ്യതയാണ്: 1, അവർ വിശ്വാസമുള്ളവരായിരുന്നു; 2, സ്നേഹമുള്ളവരായിരുന്നു; 3, പ്രത്യാശയുള്ളവരായിരുന്നു; 4, ദൈവത്തിന് സ്തോത്രം. അവര് ദൈവത്തിന് സ്തോത്രം. 1:6 വാക്യത്തിൽ പറയുന്നത് അവർ ഫലം കായ്ച്ചും വർദ്ധിച്ചും വന്നവരായിരുന്നു, ബലമുള്ളവരായിരുന്നു, ആത്മാവിൻ്റെ ബലമുള്ളവർ. ആത്മാവിൻ്റെ ഫലങ്ങളൊന്ന് പറഞ്ഞേ, ഉറക്കെ ഒന്ന് പറഞ്ഞേ. ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, ഉറക്കെ പറഞ്ഞോ, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഉറക്കെ പറഞ്ഞേ. ഉപവാസ പ്രാർത്ഥന കുഴപ്പം, ഉപവാസ പ്രാർത്ഥനയില്ല ഇത് പറയേണ്ടി. സ്തോത്രം. ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞ, കൊലോസിയ സഭയിലുള്ളവർക്ക് ഫലങ്ങളും വരങ്ങളും ഉള്ളവരായിരുന്നു. സഭയിലുള്ളവർക്ക് എന്തോ വേണം? ഫലങ്ങളും. ദുഃഖത്തോടെ ഓർപ്പിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പാസ്റ്റർ പറയുന്നത് കേട്ട്, ഇവിടെ ഉള്ളവർക്കൊന്നും വരം വേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് ശക്തമായിട്ട് സ്തോത്രം, സെക്രട്ടറി രാഴ്ച ഉൾപ്പെടെ പോകേണ്ട പലരും വന്നു തുടങ്ങി. സ്തോത്രം. ഞാൻ പറഞ്ഞു ഇവിടെ വരം വേണമെന്ന് പറഞ്ഞു. ദൈവസഭയ്ക്കകത്ത് എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 21 ദിവസം വന്ന് വചനം കേട്ടു, ഹല്ലേലൂയ, കൈയടിച്ചിട്ട് പോകുകയല്ല, മറിച്ച് വചനം കേട്ട് ആത്മാവ് പ്രകാശിക്കപ്പെട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ചില കൃപാവരങ്ങളാൽ നിറയപ്പെടുന്നവർ, പ്രവചന വരത്താൽ നിറയപ്പെടുന്നവർ, രോഗശാന്തിയുടെ വരത്താൽ നിറയപ്പെടുന്നവർ. ഉടവര ഹംദൽ കൗഡാജാല, ദൈവത്തിന് മുഖപക്ഷമില്ലോ. ഉടവര ഹംദൽ കൗഡാജാല, ചോദിക്കുന്ന ഏവരും അവൻ നൽകുന്നവനാണ്. ഉടവര ഹത്തര റീവ ഷൗഡ രാജ, അല്പസമയം സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ച ദൈവമക്കളെ, ഉടവര ഹംദൽ കൗഡാജാന റൗഡ കൗഡാജാന, ഹല്ലേലൂയ, സ്തോത്രം. ഫലം കായ്ച്ചും റൗഡാരാജന ഒരു വർധനവുള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കൊലോസ്യ ലേഖനത്തിൽ പലയിടത്തും വർധനമെന്നുള്ള പദത്തിൽ ഏറ്റവും കൂടുതൽ പല വർധനമെന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ഈ വർധനമെന്നുള്ള പദത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചേക്കുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. ഒരു കാര്യത്തിനാണ്, സ്തോത്രത്തിൽ വർധനമുണ്ടായിരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ദൈവമക്കളുടെ സ്തുതി വർദ്ധിക്കണം, ആരാധന വർദ്ധിക്കണം. ആരും ആമേൻ പറയുന്നില്ലല്ലോ. അച്ഛാ, പല നന്മയുടെയും തടസ്സം ആരാധന കുറഞ്ഞതാണ്. ആരാധന എവിടെ കുറയുന്നുവോ അവിടെ നന്മകൾ കുറയപ്പെടും, അവിടെ ദൈവത്തിന്റെ വിടുതലുകൾ കുറയപ്പെടും. എന്നാൽ എവിടെ ആരാധന ശക്തമാകുന്നുവോ, എവിടെ ആരാധന ഹല്ലേലൂയ ശക്തമാകുമോ, എവിടെ സ്തോത്രം ശക്തമാകുമോ, എവിടെ സ്തുതി ശക്തമാകുമോ, എവിടെ പാട്ട് ശക്തമാകുമോ, ഉടവര ബൗഡ രാജ റംദ റൗഡ റീവൽ ഖൗഡ ജാര, ഹല്ലേലൂയ, സ്തോത്രം. പാട്ടും ആരാധനയും പ്രാർത്ഥനയും ശക്തമാകുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നിരിക്കും. അവിടെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. കൊലോസ്യ സഭ നല്ല സഭയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് 2:5 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ക്രമവും വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് നിങ്ങളുടെ ഓർഡർ. ഇവിടെ അലക്സ് പാസ്റ്റർ ശക്തമായിട്ട് പറഞ്ഞ് എല്ലാവരും മുന്നിൽ വന്നിരിക്കണം. നാളെ 2-3 വരി കസേര മാത്രമേ ഇടത്തുള്ളൂ, പിന്നെ ഇടത്തില്ല. കാര്യം ഇരുന്നിരുന്ന് വേണം മുന്നോട്ട് പോകാൻ. സ്തോത്രം.
ശക്തമായ ഭാഷ. അലക്സ് ഭാഷ വർഷങ്ങളായിട്ട് എനിക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഡൽഹിയിലായിരുന്നപ്പോൾ എനിക്ക് അവിടെ കിടന്ന് എന്ന് ജോയിച്ചാനോടൊപ്പം ഒരുമിച്ച് കർത്തദാസനോടൊപ്പം വിവിധയിടങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. സ്തോത്രം. ശക്തമായ ഭാഷയിലാണ് പറഞ്ഞു. നിങ്ങളതെല്ലാം അനുസരിച്ചതോർത്ത് സ്തോത്രം. അപ്പോൾ ഒന്നാം ദിവസം ഉപവാസം ഇരിക്കുന്നവർ ഇരിക്കാൻ പഠിച്ചു. ഉപവാസം ഇരിക്കുന്നവർ ഇരിക്കാൻ പഠിച്ചു. സ്തോത്രം. ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല. കാര്യം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാം പാസ്റ്ററെ, ചിലരൊക്കെ വന്ന് ഏറ്റവും ബാക്കിലെ കസേരയിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെങ്കിലും വന്നല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ പ്രാർത്ഥിക്കും, ദൈവമേ ഇവൻ കസേര എടുത്തുകൊണ്ട് പുറത്തു പോകല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിക്കും. കാരണം അതേപോലാണ് ഇരിക്കുന്നത്. ഏത് നിമിഷവും എവിടെ ചാടാൻ സാധ്യതയുണ്ട്. ഈ ആത്മീയത്തിന്റെ കൂടുതൽ കൊണ്ട് ആരും വന്ന് എവിടെ ഇരിക്കത്തില്ല, പുറയിലിരിക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ പക്ഷേ അനുസരിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ ക്രമം, ഓർഡർ, അത് കണ്ട് ഞാൻ എന്തോ ചെയ്യുന്നു, എല്ലാറ്റിനും ഓർഡർ, അത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ മറ്റൊന്ന്, അതുകൂടെ ഇതെല്ലാം മുഖവരയിലുള്ള കാര്യങ്ങളായി പറയുന്നത് കേട്ടോ. അവരുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത. എനിക്ക് അതിനൊരു നല്ല വാക്ക് ഇന്നലെ ഞങ്ങളുടെ ഒരു അമ്മച്ചി സഭായോഗത്തിൽ വായിച്ചൊരു വാക്യത്തിൻ്റെ റെഫറൻസ് കൂടെ കിട്ടി. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഈ കല്ലിൻ്റെ അടുക്ക വന്നാൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ലെന്ന്. ചിലർ 21 ദിവസം പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഒരു പോക്ക് പോകും. പിന്നെ അവരെ എന്തോ ചെയ്യത്തില്ല. വിശ്വാസത്തിൻ്റെ ഉറക്കപ്പറ. അയ്യോ നിങ്ങൾ പിണങ്ങിയോ? വിശ്വാസത്തിൻ്റെ സ്ഥിരത. നിൽക്കുന്നിടത്ത് തന്നെ എന്തോ ചെയ്യുക? ഉറക്കപ്പറ. ദൈവം നമ്മെ നിർത്തിയിരിക്കുക. ദൈവമാണ് എന്നെ ഇവിടെ നട്ടതെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്? ദൈവമാണ് എന്നെ ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി. ദൈവമാണ് എന്നെ ഇവിടെ നട്ടത്. ഗ്ലോറി. അപ്പൊ ഇതെല്ലാം കണ്ട് ഇത്രയും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് കൊലോസി സഭ. ഈ സഭയുടെ ശുശ്രൂഷകനായ എപ്പഫ്രാസ് തന്നെ വിശ്വാസത്തിൽ ജനിപ്പിച്ച് വളർത്തി ഇത്രയും പ്രാപ്തനാക്കിയ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നെന്ന് കണ്ടപ്പം അദ്ദേഹത്തെ കാണാനായിട്ട്, അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചിരിക്കാനായിട്ട് സ്തോത്രം ഇദ്ദേഹം റോമിലേക്ക് പോയി. റോമാണെന്നും എഫസോസ് ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. എനിവേ അല്ലെങ്കിൽ കൈസരിയാണെന്നും പറയുന്നുണ്ട്. പക്ഷേ റോമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനി ആരെങ്കിലും ഇത് പഠിക്കുന്നവർ എവിടെയെങ്കിലും വായിച്ച് എഫസോസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത റോമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ റോമില് പൗലോസിന്റെ ഒന്നാം കാരാഗ്രഹവാസത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നതിൻ്റെ ഒരിക്കലത്തെ സമയം താനിങ്ങനെ വേറൊരു വീട്ടിൽ സ്തോത്രം അകമ്പടി പട്ടാളം എന്ന് പറയുന്നത് ഗാർഡിൻ്റെ സഹായത്തോടൊക്കെ ഇങ്ങനെ സ്തോത്രം അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം എപ്പഫ്രാസ് തന്നോടുകൂടെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ആ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്റർ അർഹിപ്പാസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. സ്തോത്രം. കൊലോസി സഭയുടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. കൊലോസിയ സഭയെക്കുറിച്ച് സഭ നേരിടുന്ന വെല്ലുവിളികൾ, ചലഞ്ചസ്. വാട്ട് ആർ ദ ചലഞ്ചസ് വി ആർ ഫേസിങ് ടുഡേ? ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചസ്, വെല്ലുവിളി ഏതാ? നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥനയിൽ കൂടെ തന്ന ദൂതാ കേട്ടോ. പ്രാർത്ഥനയിൽ ദൈവം ഒരുക്കിയ ദൂതാ. ഇനി ആ ദൂതിലേക്ക് കിടക്കുന്നേ. സ്തോത്രം. ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഈ ദൂത് ഞാൻ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ടായി. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ച സഭയിൽ നിന്ന് ഒരു സഹോദരി എന്നെ രാത്രി വിളിച്ചു. സ്തോത്രം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പാസ്റ്ററെ വിളിച്ചതൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? സ്തോത്രം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന് വലിയ കാര്യങ്ങളുണ്ട്. ഒരു കറുത്ത ലോഹയിട്ട അകത്ത് ചുവപ്പുള്ള
ഈ ഗ്രാജുവേഷനൊക്കെ ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. വസ്ത്രം ധരിച്ച ഒരു പ്രധാനപ്പെട്ടയാള് മറ്റ് ചില വസ്ത്രങ്ങൾ ധരിച്ച ചില ആളുകൾ, സ്തോത്രം, എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്നു. ഈ മുന്നിൽ വന്ന് കറുത്ത, അകത്ത് ചുവന്ന കളറുള്ള, പുറത്ത് കറുപ്പുള്ള ആ പ്രധാനപ്പെട്ടയാൾ, ഒരു കറുത്ത മനുഷ്യൻ, എൻ്റെ ഗേറ്റ് തുറന്ന് എൻ്റെ വീടിൻ്റെ സെറ്റിയെ വന്ന് കയറിയിരുന്നു. അപ്പോൾ ഉടനെ എൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു, മമ്മി, ഗുണ്ടകൾ വന്നിരിക്കുന്നു, എന്തിനാ ഇവിടെ വന്നേക്കുന്നേ? സ്തോത്രം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. സാത്താന്യ ആരാധനയുടെ പ്രതിരൂപങ്ങളാണ്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഈ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആത്മീക പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഇടപെട്ടോ എന്ന് ചോദിച്ചു. ഒന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ ഒരാഴ്ച ചില ദിവസങ്ങൾ ഞാൻ ഉപവസിച്ച് എൻ്റെ ഹൃദയത്തിൽ അടക്കാൻ കഴിയാത്ത രീതിയിൽ സാത്താന്യ ആരാധനയ്ക്കെതിരെ യൗവനക്കാരൊക്കെ നശിക്കുന്നു, യുവതി യുവാക്കന്മാരൊക്കെ നശിക്കുന്നു. അവരെ ഓർത്ത് ആത്മഭാരത്തോടെ, കണ്ണുനീരോടെ ഞാൻ സഭയിൽ ചെന്ന് പ്രാർത്ഥിക്കായിരുന്നു. സ്തോത്രം. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അതല്ല വിഷയം, എന്തുകൊണ്ടാണ് എൻ്റെ കസേര കയറിയത്? സ്തോത്രം. എൻ്റെ കസേര കയറാനുള്ളതിൻ്റെ കാര്യം എന്നാ? ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ ചില ചെറിയ പഴുതുകൾ ആരോടെങ്കിലും സഭ്യമല്ലാത്ത വാക്കുകളിലോ ആരോടെങ്കിലും വ്യക്തിപരമായ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലോ കർത്താവിൻ്റെ മേശയെടുത്ത സന്ദർഭങ്ങളിൽ അനുതാപത്തോടല്ലാതെയോ ഏതെങ്കിലും മേഖലകളിൽ കടന്നുപോയ അനുഭവങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. സ്തോത്രം. സഹോദരി വലുതായിട്ടൊന്നും പറഞ്ഞു. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറയുന്നത് ദൈവസഭയിലുള്ള ദൈവമക്കളുടെ ഉത്സാഹത്തെക്കാളും ഉത്സാഹത്തോടെ അല്പമേ ശക്തിയുള്ളെന്ന് മനസ്സിലാക്കി ദൈവസഭകളെ തകർക്കാൻ, യുവതി യുവാക്കന്മാരെ തകർക്കാൻ, ദൈവസഭയെ നശിപ്പിക്കാൻ, അവരുടെ വളർച്ചയെ മുരടിപ്പിക്കാൻ സാത്താന്യ ആരാധന ഹല്ലേലൂയ പ്രബലപ്പെടുത്താൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ അതിനാവശ്യമായ മന്ത്രവാദങ്ങളും ആഭിചാര പ്രക്രിയകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എപ്പപ്രാസ് അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, നല്ല സ്വഭാവമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ ദൈവദാസന്മാരെ സ്നേഹിക്കുന്നവരാ, നിങ്ങൾ സ്വോത്രയാഴ്ച കൊടുക്കുന്നവരാ, ദശാംശം കൊടുക്കുന്നവരാ, മിഷൻ വേലയെ സഹായിക്കുന്നവരാ, നിങ്ങൾ പ്രത്യാശയുള്ളവരാ. പക്ഷെ ആത്മാവിൽ പോരാടേണ്ട ഒരു മേഖലയുണ്ട്. അജനാരകൽഘടകമ്പം പ്രൗഢകസ്യ. ഞാൻ ഈ വാക്ക് ദൈവകൃപയോടുകൂടെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും. വളർച്ച, വർധനവ്, തികവ്. ഈ സഭയുടെ ഒരു വളർച്ചയുടെ വർധനവിൻ്റെ ഒരു പ്രാർത്ഥനയായി ഈ പ്രാർത്ഥന തീരണമെങ്കിൽ ഇവിടെ വന്ന് വചനം കേട്ട മാത്രം പോരാ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ നടുവിൽ ഈ രാവിലെ ഞാൻ ഈ ദൂത് വിളിച്ചു പറയുന്നു. ഇല്ല, ചില ജീവിതങ്ങളെ നോക്കി വ്യക്തമായി ഞാൻ ഈ ദൂത് ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ചിലരുടെ മുഖം എൻ്റെ മുന്നിൽ വെളിപ്പെട്ടു വന്നു. ദൈവം നിന്നെ വളർത്താൻ പോകുക. ദൈവം നിന്നെ തിരഞ്ഞെടുത്തതായതുകൊണ്ട്, ദൈവം നിന്നെ കണ്ടതായതുകൊണ്ട് ദൈവം നിന്നെ വളർത്താൻ പോകുക. അടയാ രഗതൽ ഖൗഡാചാരൻ റൗഡൽ ഖൗഡാചാര ശബ്ദര റൗഷൽ ഖൗഡാചാര. ദൈവം വളർത്താൻ തുടങ്ങിയാൽ, ഈ പകൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം വളർത്താൻ തുടങ്ങിയാൽ ആരെല്ലാം തളർത്താൻ നോക്കിയാലും, ആരെല്ലാം നിന്നെ തളർത്താൻ നോക്കിയാലും, യെസ്, ദൈവമക്കളൊന്ന് പ്രാർത്ഥനയോടെ സഹകരിക്കണമേ. ഉടബല ഹത്തുര ദീപൽ ഖൗഡാചാര റംദൽ ഖൗഡാചാല. യേശുവിന്റെ രക്തം ജയമെടുക്കുക. ഹംദുരാദൽ ഖൗഡാചാല. പരിശുദ്ധാത്മാവ് ചിലരെ തൊടാൻ പോകുക. കർത്താവ് ചില ജീവിതങ്ങളെ തൊടാൻ പോകുക.
ഉടവല ഹംദൽ കൗഡാജാര റൗഡ കൗഡാജാര. കർത്താവ് നിന്നെ വളർത്താൻ ആരംഭിച്ചാൽ അജാലകൾ കൗഡംബാര. ആരെല്ലാം നിന്നെ തളർത്താമെന്ന് വിചാരിച്ചാലും, ആരെല്ലാം നിന്നെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചാലും നീ നശിക്കത്തില്ല, നീ അപകടത്തിൽ തീരത്തില്ല. അടാലബൽ സൗഡാ രാജോ അംദല റീബൽ കൗഡാജാലോ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. ഈ പകൽ ആത്മാവ് ദൂത് പറയുന്നു. അടാലകൾ കൗഡകസ്യ അടാലകൾ കൗഡംബാര സപ്തരസ്യ. നീ വളർച്ച മുരടിച്ച് റൗഡ കൗഡാജാല ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ഈ പകൽ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ചില കെട്ടുകളെ ഞാൻ അഴിക്കൂ. അജാലകൾ കൗഡം ജാല റൗഡ സപ്തരാറിയ ഉടൽ കൗഡാജാല ഹംദര റൗഷൽ കൗഡാജാല. ആത്മാവ് ഇന്ന് പകൽകാലം തൊടുകയാകട്ടോ. അജാല ബൗഡ ശബ്ദന റീബൽ കൗഡാജാല ഹപ്തരെ സംദൽ കൗഡാജാല സീതാ രാജല. ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, കല്ലറകളെ ഭേദിക്കുന്ന ശക്തി. അടാലകൾ കൗഡാജാല യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ദൈവം ചിലരെ വളർത്താൻ പദ്ധതിയിട്ടിരിക്കുക, ദൈവം ചിലരെ വളർത്താൻ പദ്ധതിയിട്ടിരിക്കുക. ഉടവല ഹംദര റൗഡ കൗഡാജാല. നിങ്ങളെ ഇവിടെ വന്നപ്പോഴേ ഞാൻ കണ്ടെങ്കിലും നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ടൗൺ സഭ, ഹല്ലേലൂയ, പ്രയർ സെന്റർ സഭയിലുള്ള ചിലരെ ദൈവം വളർത്താൻ പോകുക. അജരാരഗദൽ കൗഡാജാല റംദര റൗഡ കൗഡാജാല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഉറക്കെ പറ, വളരുമാറാക്കുന്നത് ദൈവമാണ്. വളരെത്തുന്നത് ദൈവമാണെങ്കിൽ നിന്നെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുകയാണ്, ദൈവം ചിലരെ വളർത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ വളമായിട്ടാണ് ഈ വചനം നൽകി തരുന്നത്. ഹസ്തര ജാല ബൗഡ റംദ ഷൗഡ. വളർച്ച മാത്രമല്ല, ചില കുടുംബങ്ങളിലേക്ക് ചില വർധനവ്, മൾട്ടിപ്ലിക്കേഷൻ യേശുവിന്റെ നാമത്തില്. അന്തരാദി വൈഡ കൗഡ ജാല സന്തനാദിയ. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ തൊടുകയ, പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ തൊടുകയ. അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട് ദൈവമക്കളെ. ഉടവര ബൗഡ ശബ്ദന റീദൽ കൗഡാജാല. മകളിൽ നിന്നൊരു പതപ്പ് വീഴുന്നത് പോലെ ചിലരുടെ മേൽ അന്തരാദി വൈഡ കൗഡാജാല വൈഡ രാജ റൗഡ രാജ. ചിലരുടെ മേൽ ഒരു അഭിവൃദ്ധിയുടെ പുതപ്പ് അഭിഷക്തന്മാരുടെ മേൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾക്ക് നിങ്ങളുടെ നാവിൽ അത് തിരിച്ചറിയത്തക്ക രീതിയിൽ, നിങ്ങളുടെ കണ്ണിനത് കാണത്തക്ക രീതിയിൽ ശുശ്രൂഷയുടെ ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനതിരിക്കുന്ന ചിലരുടെ മേൽ, ഏലിയാവിന്റെ മേൽ നിന്ന് ഏലീശായുടെ മേൽ ചില പുതപ്പ് വീണതുപോലെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു ശൂന്യാകാശത്ത് നിന്ന്, സ്പേസിൽ നിന്ന് സുനിത വില്യംസും ടീമും ബുച്ച് വിൽമോർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭൂമിയിലേക്ക് വരുന്ന ഒരു വാർത്ത. ഞാനും എല്ലാവരും, ലോകത്തിലുള്ളവരെല്ലാം ജിജ്ഞാസയോടെ അത് കണ്ടുകൊണ്ടിരുന്നത്. സാധാരണ പോവുകയും വരികയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടുതൽ മാസങ്ങൾ അവർ നിന്നതുകൊണ്ടുള്ള മടക്കയാത്ര എങ്ങനെ ആയിരിക്കുമെന്നുള്ള ആശങ്കകളാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്തോത്രം. ഈ സ്പേസ്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, സ്പേസിൽ നിന്ന്
ഭൂമിയിലേക്ക് വരുന്ന യാത്രയ്ക്ക് ചില മണിക്കൂറുകൾ മതി. പക്ഷേ ഈ മണിക്കൂറിനകത്തുള്ളതിലെ ഏറ്റവും വലിയ നിർണായക നിമിഷം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഏറ്റവും വലിയ നിർണായക നിമിഷം, ഇത് പെട്ടെന്ന് ഉള്ളി വന്നുകൊണ്ട് പറയുക, അത് ഞാൻ എഴുതി വച്ചിട്ടില്ല. അന്തരീക്ഷത്തിന് പുറത്തു നിന്ന് അന്തരീക്ഷ മേഖലയിലേക്ക് ഈ സ്പേസ് ക്രാഫ്റ്റ് പ്രവേശിക്കുമ്പോൾ അത് ഇത്ര ഡിഗ്രീസ് ചരിഞ്ഞ് വേണം പ്രവേശിക്കാൻ. അത് 5:7 റേഷ്യോ ഉണ്ട്. 5:7 എന്നാ എൻ്റെ ഓർമ്മ. ഞാനത് കറക്റ്റ് അല്ല, ഞാനത് എഴുതി വെച്ചില്ല, കാരണം അത് പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. സ്തോത്രം. പക്ഷെ ഇപ്പം എൻ്റെ ഉള്ളിൽ വേറൊരു ദൂത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഈ അന്തരീക്ഷത്തിന് പുറത്തു നിൽക്കുന്ന സ്പേസിൽ നിന്ന് ഈ അന്തരീക്ഷത്തിലേക്ക് ഈ വാഹനം കയറണമെങ്കിൽ ചുമ്മാതങ്ങ് കയറാൻ പറ്റിയല്ല. 2500 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടിനെ, 2700 ഇടയ്ക്കുള്ള ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ ഭേദിച്ചുകൊണ്ട് വേണം ഈ വാഹനം ഇത്ര ഡിഗ്രി ചരിവിക്കൂടെ മാത്രമേ ഇത് പ്രവേശിക്കാവൂ. ഇതിനകത്ത് 1 ഡിഗ്രിക്ക് മാറ്റം വന്നാൽ ഇത് ചാമ്പലാവും. സ്തോത്രം. തത്വം ശരിയാ. ഞാൻ പറഞ്ഞ അളവിന് ചിലപ്പോൾ 1-2 മാറ്റങ്ങൾ വരാൻ വഴിയുണ്ട്, കാരണം ഞാനത് എഴുതി വെച്ചില്ല. ഐ എം സോറി ടു സേ ദാറ്റ്. ഓൺലൈനിൽ കൂടെ ആരെങ്കിലും കേട്ടത് പാസ്റ്ററെ ആ പ്രസംഗിച്ചതിനകത്ത് ആ അളവ് വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ കണ്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് പറയുന്നത്. സ്തോത്രം. ഇപ്പോൾ ഓർത്തു പറയുകയാണ്. ഞാൻ പറയാൻ വന്ന കാര്യം ഒരു ആത്മീയ ദൂത് പറയാനായിട്ടാണ്. ഈ അന്തരീക്ഷത്തിലോട്ട് പ്രവേശിക്കുന്ന ആ ടൈം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റാണ്. അതിനെ ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടാനില്ല. ഈ സഭ ഇന്ന് 2-ാം ദിവസമാണെങ്കിലും ഞാൻ പറയുന്നു, ഒരു വളർച്ചയുടെയും വർധനവിൻ്റെയും തികവിൻ്റെയും ഒരു അന്തരീക്ഷത്തിലേക്കൊന്ന് കടക്കാൻ ചില അന്തരീക്ഷ ശക്തികൾ, ഈ ദേശത്തിന്റെ ചില വാഴ്ചകൾ, സ്വർലോകങ്ങളിലെ ചില ദുഷ്ടാത്മ സേനകൾ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം ചെവിടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഓ ഗ്ലോറി. ദൈവമക്കളെ, ഒരാത്മീക കൈമാറ്റം നടക്കണമെങ്കിൽ, ഒരു സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻ നടക്കണമെങ്കിൽ അത് വെറുതെ നടക്കത്തില്ല. ഇന്ന് പകലൊരു രോഗസൗഖ്യം ഇതിനകത്ത് സംഭവിക്കണമെങ്കിൽ, ഇന്ന് പകൽ ഇതിനകത്തൊരു ദൈവിക വിടുതൽ സംഭവിക്കണമെങ്കിൽ ഇതിനകത്തൊരു അന്തരീക്ഷം വെളിപ്പെടണം. ഈ അന്തരീക്ഷത്തിലേക്ക് നീ കയറിയാൽ മാത്രമേ ജയമായി തീരത്തുള്ളൂ, അത് വിടുതലായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. ശ്രദ്ധിച്ചേ, വചനത്തിൽ നിന്ന് 2 കാര്യം പറയാം. ഇസ്രായേൽ മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ അന്തരീക്ഷത്തിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കരിച്ചു കളയുന്ന, ചാമ്പലാക്കി കളയുന്നതാണ്. അത് സയൻസ് പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഇത് മാത്രമല്ല, വാഴ്ചകൾ, ചില അധികാരങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ മറുപടികളെ, നമ്മുടെ മേൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തികളെ തടയുന്ന ചില അദൃശ്യ വ്യാപാരങ്ങളുണ്ട്, ചില കർത്തൃത്വങ്ങളുണ്ട്, ചില വാഴ്ചകളുണ്ട്, ചില സിംഹാസനങ്ങളുണ്ട്. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് ദൈവം
മരുഭൂമിയിൽ വെച്ച് കഴിക്കാൻ മന്ന സ്വർഗത്തിൽ നിന്ന് കൊടുത്തപ്പം ഈ അന്തരീക്ഷ മണ്ഡലത്തിലെ ഒരൊറ്റ ബാഹ്യ ശക്തിയും ആ മന്നായെ കരിച്ചില്ല. സുനിത വില്യംസും വിച്ചു വിൽമോറും ഭൂമിയിലോട്ട് വന്നപ്പം ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞന്മാര് പേടിച്ചോണ്ടിരുന്നതിന്റെ കാരണം ഇത് കത്തിപ്പോകുമോ, ചാമ്പലാകുമോ, ഇത്ര ഡിഗ്രിയിൽ കറക്റ്റായിട്ടാണോ ഇത് ലാൻഡ് ചെയ്യുന്നത്? പക്ഷെ സ്വർഗത്തിലെ ദൈവം മന്ന പൊഴിച്ചപ്പം മന്ന കത്തിയോ? മന്ന കത്തിപ്പോയോ? മന്ന കത്തുവോ? പക്ഷെ മന്ന ഉരുകും. നീ പെറുക്കിയില്ലെങ്കിൽ അത് ഉരുകിപ്പോവും, പക്ഷെ കത്തിപ്പോകത്തില്ല. ദൈവത്തിന്റെ പദ്ധതി, ദൈവം അയച്ച മന്നയെ കരിക്കാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ നീ അവിശ്വസ്തനായാൽ നിനക്കത് കിട്ടത്തില്ല. രാവിലെ എഴുന്നേറ്റ് കൈ നീട്ടി എന്തെന്ന് പറഞ്ഞ് പെറുക്കുന്നവർക്കാണ് മന്ന അനുഭവിക്കാൻ പറ്റിയതെങ്കിൽ ഒരാത്മീയ അന്തരീക്ഷം ഉടാല റൗഡ ഖൗഡാജാല ഓ രക്തം ചേമെടുക്കുക. പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയുന്നു, ഈ ദിവസങ്ങൾ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ആത്മീയ അന്തരീക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അഭിഷക്തന്മാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. ഉടബാല വൈഡാരാമ സംഭവാല ഒരാത്മീയ അന്തരീക്ഷത്തിന് വേണ്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി വേറൊന്ന്, ഏലിയ വേലിശായോട് ചോദിച്ചു, ഞാൻ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നിനക്ക് എന്നാ വേണം? ഇപ്പോൾ ഒരു പുതപ്പ്, അല്ലെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. അപ്പം ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നെങ്കിൽ എന്തോ ചെയ്യും? നിനക്കത് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും വന്ന് അവരെ തമ്മിൽ എന്തോ ചെയ്തു? വേർപിരിച്ചു. ഏലിയാവിനെ അഗ്നി രഥത്തിൽ സ്വർഗത്തിലേക്ക് എടുത്തപ്പം താഴെ ഇരുന്ന ഏലിശ എന്തോ ഇതെന്ന് എഴുതിയിരിക്കുന്നത്, വാ തുറന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഇസ്രായേലിൻ്റെ തേരും തേരാളിയും ആയുള്ളവരെ വാ ചലിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മന്ന പെറുക്കിയവരുടെ കരം ചലിച്ചു. പുതപ്പ് വേണ്ടുന്നവൻ്റെ വായും ചലിച്ചു. മന്ന പെറുക്കുന്നവൻ്റെ കൈ ചലിച്ചപ്പം മന്ന കൈ കിട്ടി. പുതപ്പ് വേണ്ടുന്നവൻ്റെ വാ ചലിച്ചപ്പം അവൻ നോക്കിയപ്പോൾ മോളിൽ നിന്നൊരു പുതപ്പ് ഈ അന്തരീക്ഷ മണ്ഡലത്തിന് കത്തിക്കാൻ പറ്റാത്ത രീതിയിൽ, ഇവിടുത്തെ അദൃശ്യ മണ്ഡലങ്ങൾക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ ഒരു പുതപ്പ് ചാടി വരുന്നുണ്ട്. ഇന്ന് പകൽ ചിലരുടെ ശിരസിന്മേൽ ആ പുതപ്പ് വീഴുന്ന പകലാ. അലക്സ് പാസ്റ്ററെ, ഒരു പുതപ്പ് വീഴുന്നുണ്ട്, ഒരു പുതപ്പ് വീഴുന്നുണ്ട്. അഭിഷക്തന്മാരെ, ഒരു പുതപ്പ് വീഴുന്നുണ്ട്. ഉടവല ഹൗഡ രാജ റംദ രാജ ബൗഡ രാജ റീവ ഷൗഡ രാജ റൗഡ ഖൗഡ ജാല റംദല റീവ ഷൗഡ. യെസ്, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ ഒരഭിഷേകത്തിന്റെ പുതപ്പ് ഈ വ്യോമമണ്ഡലത്തിന് കത്തിച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ സ്വർഗത്തിൽ നിന്നൊരു പുതപ്പ് താഴെ വീഴുന്നു. ബാക്കിയുള്ളതിനെ എല്ലാം കരിക്കുമെങ്കിൽ പുതപ്പിനെ കരിച്ചുകൂടാ. പക്ഷെ പുതപ്പിനെ കരിക്കാൻ പറ്റിയല്ല. കാരണം നീ കരയുന്നവനാ, കാരണം നീ നിലവിളിക്കുന്നവനാ, കാരണം നീ സ്തോത്രം ചെയ്യുന്നവനാ, നീ നിലവിളിക്കുന്നവനാ, ആരാധിക്കുന്നവനാ. സ്തോത്രം ചെയ്യുന്ന ദൈവത്തെ ആരാധിച്ച ദൈവമക്കളെ, ഉടവര ബൗഡ റംദൽ ഖൗഡ ജാന റൗഡ ഖൗഡ ജാന ഒരു ഇമ്പാർട്ടേഷനകത്ത് സംഭവിക്കട്ടെ. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം, ദൈവത്തിന്റെ കൃപാവരങ്ങളുടെ കൈമാറ്റം, ഓ ആത്മാവിന്റെ ഫലങ്ങളുടെ ഒരു കൈമാറ്റം. ഉടവല ഹത്തൽ ഖൗഡ ജാന ഹംദര റീവ ഷൗഡ രാജ ഗ്ലോറി. ഞാൻ ഈ വചനത്തിന്റെ ആഴങ്ങളിലോട്ടൊന്ന് കയറട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യുക്തിചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന താത്വികമായ ജ്ഞാനമല്ല ഒരുവനെ വളർച്ചയിലേക്കും വർധനവിലേക്കും തികവിലേക്കും നയിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കര കണ്ട ഏറ്റവും പണം കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മോട്ടിവേറ്ററിനെ നമുക്കറിയായിരുന്നു. മോട്ടിവേറ്റർ സ്പീക്കർ ബിഗ് സീറോയാ. കാരണം
അവൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി. കാരണം അവൻ പഠിക്കാൻ വേണ്ടിയായിരിക്കാം നോക്കിയത്. പെന്തക്കോസുകാരെ ഉപദേശിമാരെയും കൂടെ ഒന്ന് കയറി ചൊറിഞ്ഞുകൊണ്ടുള്ള ചില പഠനങ്ങളിലോട്ട് കയറി. കേരളത്തിലെ ഏറ്റവും വില കൂടിയ മോട്ടിവേറ്റഡ് സ്പീക്കറായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം, ഓരോരുത്തി എന്നപ്പം ദൈവം അവനെ പൊളിച്ചു. കാരണം അവൻ്റെ അടിസ്ഥാനം കറക്റ്റ് അല്ലായിരുന്നു. അവൻ പറഞ്ഞ തിയറി ഒന്നും ദൈവത്തിൻ്റെ മുന്നിൽ ദൈവികമായതോ സത്യസന്ധമായ അടിസ്ഥാനം അല്ല. ഞാനത് വ്യക്തമായിട്ട് കേൾക്കുമായിരുന്നു. ഞാൻ കേട്ടത് മാത്രമല്ല, ഞാനത് എഴുതിയും വെച്ചിട്ടുണ്ട്. ജയിക്കുന്നവർക്ക് ആവശ്യം, ജയിക്കാൻ വേണ്ടുന്നവരുടെ കാര്യമില്ലേ പറയുന്നത്, വളരാൻ വേണ്ടുന്നവരുടെ കാര്യമില്ല എഴുതിയിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കത്തില്ല. 10 കൂട്ടം കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജയിക്കണമെങ്കിൽ അതിൽ ഒരു കാര്യം ഇവിടെ പറയാം. സ്തോത്രം. അതിവിടെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക, ജയിക്കുവാൻ, വളരുവാൻ, തികവിലേക്ക് എത്തുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 യുക്തിചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന താത്വികമായ ജ്ഞാനമല്ല, ദൈവ സംസർഗ ഫലവുമായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ദൈവം നൽകുന്ന ആന്തരിക ജ്ഞാനമാണ് നമ്മെ വളർച്ചയിലേക്കും വർധനവിലേക്കും തികവിലേക്കും കൊണ്ടെത്തിക്കുന്നത്. അതിൻ്റെ പേരാണ് ഈ ഹല്ലേലൂയ. ഗ്രീക്ക് 2 വാക്കുകൾ പറയുന്നുണ്ട്, സോഫിയ എന്നും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ രാവിലെ ഞാൻ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ആത്മീകമായ ജ്ഞാനം. മറ്റൊന്ന് അനുഭവജ്ഞാനം എന്നാണ്. അതിന് രണ്ട് ഗ്രീക്ക് വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവരെക്കാളും വിദ്യാഭ്യാസം കൂടിയവരാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ 21 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം വളർച്ചയ്ക്കും വർധനവിനും തികവനും വേണ്ടുന്ന ഒരു ആത്മീക ജ്ഞാനം ഇവിടെ പ്രഘോഷിക്കപ്പെടുകയാണ്. അത് ജീവിതത്തിൽ രണ്ടാമതായി, സ്തോത്രം, ഹല്ലേലൂയ, അനുഭവത്തിൽ കൂടെ ഒരു ജ്ഞാനം നമുക്കുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പ്രായമായ ചില പ്രിയപ്പെട്ടവർക്ക് അനുഭവത്തിൽ കൂടെ ചില ജ്ഞാനമുണ്ട്. ഇത് രണ്ടും കൂടെ കിട്ടിയവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ യുക്തിചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന താത്വികമായ ജ്ഞാനത്തെ വെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസിയ സഭയോട് പറയുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ചതിക്കാൻ വരുന്നവരുടെ ചതിവിൽ നിങ്ങൾ എന്തോ ചെയ്യരുത്, പെടരുത്. സ്തോത്രം. ചിലർക്ക് വേണേൽ കുറെ തത്വങ്ങൾ പറയാം, പക്ഷെ അത് ദൈവിക ജ്ഞാനമാകണമെന്നില്ല. അതാണ് ഞാനിവിടെ പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞത്. സ്തോത്രം. അദ്ദേഹം ഭയങ്കര തത്വങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്, വിജയിക്കാനുള്ള തത്വങ്ങൾ. പക്ഷെ അദ്ദേഹം തകർന്നുപോയി. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ തത്വങ്ങളല്ല പറയുന്നത്, അനുഭവത്തിൽ നിന്നും ദൈവമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ കൂടെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ കൂടെ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിൽ കൂടെ, ആന്തരികമായി ദൈവം നമുക്ക് നൽകുന്ന അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞതുപോലെ വളരാനും വർദ്ധിക്കാനും തികയുവാനുമുള്ള ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ജ്ഞാനാത്മാവിനാൽ ഹല്ലേലൂയ കർത്താവ് നമ്മെ നിറയ്ക്കും. സ്തോത്രം. ഞാൻ ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക് കടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ പൗലോസ് ഈ ലേഖനം എഴുതുവാനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഹല്ലേലൂയ. 1, സഭയെ ക്രിസ്തുവിൽ വളർത്തുക, ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുക, പിന്നെ പൂർണ്ണതയുള്ളതായ ക്രിസ്തുവും സമ്പൂർണ്ണമായ വിശ്വാസിയും എന്നുള്ള വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിനു വേണ്ടി അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, സ്തോത്രം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഞാനിതെല്ലാം പറഞ്ഞിട്ട് വായിക്കാനുള്ള ദൈവവചന ഭാഗം പിന്നെ ഞാൻ വായിപ്പിക്കാം. ദൈവഹിതത്തെ പറ്റിയുള്ള ശരിയായ ജ്ഞാനം 1. 2, യഥാർത്ഥ പാതയിൽ സന്തോഷത്തോടെ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി. 3,
ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട നന്ദിയുള്ളൊരു ഹൃദയം. ഈ ലേഖനം എഴുതിയതിൽ കൂടെ ഉണ്ടാകേണ്ട റിസൾട്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, ദൈവഹിതത്തെ പറ്റിയുള്ള ശരിയായ ജ്ഞാനം. രണ്ട്, യഥാർത്ഥമായ പാതയിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി. മൂന്ന്, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുന്ന നന്ദിയുള്ളൊരു ഹൃദയം. ഇത് മൂന്നും നമുക്ക് ലഭിക്കപ്പെട്ടാൽ ഈ പ്രാർത്ഥന ഒരു വിടുതലാണ്. സ്തോത്രം, സ്തോത്രം. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട, സ്തോത്രം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ നമ്മൾ വാക്യം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഇനി അവിടുന്ന് നമ്മൾ തുടങ്ങുന്നത്. ഇനിയുള്ള നമ്മുടെ അരമണിക്കൂർ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. എന്താണ്? എപ്പപ്രാസ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരാകുവാൻ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ. അറിയാവുന്നവരോടൊന്ന് പറ പ്രിയപ്പെട്ട, ഞാനിപ്പോൾ തന്നെ ഈ വാക്യം എത്ര പ്രാവശ്യം പറഞ്ഞ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പ്രാർത്ഥനയിൽ. എനിക്കറിയാൻ വയ്യാത്തോണ്ടല്ല, എനിക്ക് ഈ വാക്യം അറിയാം. ഞാൻ നിങ്ങളെ മുന്നേ പറയും, നിങ്ങൾ പറയാൻ വേണ്ടിയാ. തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകാൻ എപ്പപ്രാസ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഇതുവരെ കേട്ട വചനങ്ങളെല്ലാം വെച്ചോണ്ടെന്ന് പറഞ്ഞേ, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ വർധനവിന് വേണ്ടി, എൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, തികവനു വേണ്ടി. ഓ ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഇന്ന് പകൽകാലം ഒന്ന് പോരാടി ഒന്ന് പ്രാർത്ഥിക്കാൻ. കാരണം ഇതിനെ തടയാൻ നോക്കുന്ന ചില വാഴ്ചകൾ. Glory be to the Lord Jesus. ഇതിൻ്റെ പശ്ചാത്തലം പറയാൻ ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോയെങ്കിലും കൊലോസ് ലേഖനത്തിലെ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് താൻ ഹല്ലേലൂയ സ്തോത്രം പ്രധാനമായിട്ട് പറയുന്നത്. രക്ഷയെക്കുറിച്ചുള്ള കാര്യം സോറ്റീരിയോളജി, ഹല്ലേലൂയ സഭയെക്കുറിച്ചുള്ളത് എക്ലീസിയോളജി, മറ്റൊന്ന് ഭാവികാലത്തെക്കുറിച്ച് എസ്കറ്റോളജി, ഏറ്റവും പ്രധാനം ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്റ്റോളജി. ഈ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഏറ്റവും പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റോളജിയാണ്. എന്താ ക്രിസ്റ്റോളജി? ആ വാക്യം ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം, നമ്മൾ കേട്ട ദൂതുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ ഉറക്കെ ഒന്ന് വായിച്ചേ. അവനിൽ നമുക്ക് പാപമോചനം, അവനിൽ ഇൻ ഹിം, ഹല്ലേലൂയ, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ. ഈ വീണ്ടെടുപ്പെന്നുള്ളത് ഒരിക്കൽ സംഭവിച്ചതാ, പക്ഷേ ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. 130-ാം സങ്കീർത്തനത്തിലാണെന്ന് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അതിൻ്റെ പേരാണ്, അത് മനസ്സിലാകാനുള്ള മറ്റൊരു ഉദാഹരണമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യിരെമ്യാവ് പറഞ്ഞു, കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ല്. കുശവൻ ഹല്ലേലൂയ ചക്രത്തിന്മേൽ പണിഞ്ഞുകൊണ്ടിരുന്ന പാത്രം എന്തോ ആയിപ്പോയി, ചീത്തയായിപ്പോയി. പക്ഷേ കുശവൻ അതിനെ എറിഞ്ഞു കളഞ്ഞില്ല. കുശവൻ അതിനെ എന്തോ ചെയ്തു, മറ്റൊരു പാത്രമാക്കി. അവൻ ഒരിക്കൽ വീണ്ടെടുത്തത് മാത്രമല്ല, അവൻ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ്റെ പക്കൽ ഇനിയും ധാരാളം പദ്ധതികളുണ്ട്. നാം കണ്ടിട്ടില്ലാത്ത ചില പദ്ധതികളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികമായ വഴികളെ വീണ്ടെടുത്തു കൊണ്ടുവരുവാൻ, ഏത് തകർച്ചയിൽ കിടക്കുന്ന ഒരാളെ പണിതെടുത്തു കൊണ്ടുവരുവാൻ, എത്ര ഹല്ലേലൂയ സ്തോത്രം എതിർപ്പുകളുടെ നടുവിൽ കിടക്കുന്നവനെ പണിതെടുത്തു കൊണ്ടുവരുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരന് കഴിയും. കാരണം അവൻ്റെ കരം നീട്ടപ്പെട്ട കരമാണ്. എത്ര ആഴത്തിൽ കിടക്കുന്ന പാപിയെയും എത്ര ആഴത്തിൽ കിടക്കുന്ന വിഷയത്തെയും ഹല്ലേലൂയ തൊട്ടെടുത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള നീട്ടപ്പെട്ട കരമാണ് ഈ രക്ഷകന്റെ കരം. ഒന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ ദൈവമക്കളെ, സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്തേ.
ഇന്ന് പകൽകാലം ഈ കരം തൊടണമെന്ന് ആഗ്രഹമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കാൽവറിയിൽ ആണിപ്പാടേറ്റ ഉയർത്തപ്പെട്ട കരം, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആ ഉയർത്തപ്പെട്ട കരം ഇന്ന് പകൽകാലം ഇവിടെ ഇരിക്കുന്ന ചിലരെ പോക്കിയെടുക്കാൻ പോകുക. പോക്കിയെടുക്കാൻ പോകുക. ഈ സഭയെ സ്നേഹിക്കുന്നവരാൽ, ഞാൻ പേര് പറയത്തില്ല, ഈ സഭയെയും ഈ സഭയിലെ ദൈവദാസന്മാരെയും സ്നേഹിക്കുകയും വളരെ അടുത്തിടപഴകിയ ഒരാടകർ. നിങ്ങൾക്ക് പക്ഷേ ചരിത്രം അറിയത്തില്ല. ഈ കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് സംഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. കാര്യം എനിക്കും അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. അദ്ദേഹം ഒരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. കുറെ നാളായിട്ട് ക്രമീകരിച്ച് പൈസ മുടക്കിയതാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം എന്നോട് പ്രാർത്ഥിച്ചപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചെന്നോ പ്രവചിച്ചതിൻ്റെ വലിപ്പത്തിന് വേണ്ടി അല്ല പറഞ്ഞത്, നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, യാത്ര കിഴക്കോട്ടല്ല, യാത്ര പടിഞ്ഞാറോട്ടാന്ന് പറഞ്ഞു. ആദ്യം പുള്ളി മിണ്ടിയില്ല. പിന്നെ പുള്ളി ഒരു സ്തോത്രം പറഞ്ഞു. പടിഞ്ഞാറോട്ടാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അതേ പാസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹം വേറൊരു രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട്, ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കും, കേട്ടാലും അതൊരു അനുഭവം ആയതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കതൊരു സന്തോഷമാകാൻ വേണ്ടി. അദ്ദേഹം ആയിരിക്കുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ചോദിച്ചപ്പോൾ വിസ റിജക്റ്റ് ചെയ്യപ്പെട്ടു. വിസ റിജക്റ്റ് ചെയ്ത് എംബസിയുടെ അവിടുന്ന് നിരാശനായിട്ട് വരുന്ന വഴി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ട്രെയിനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാവു പാസ്റ്ററേ, പറഞ്ഞ ദൂത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ വിസ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ദൂത് കറക്റ്റ് ആയിരുന്നു, കിഴക്കോട്ടല്ല അയക്കുന്നത്, പടിഞ്ഞാറോട്ടാ. പേപ്പറെല്ലാം വന്നു, സ്തോത്രം, വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷെ വിസ എന്തുവായി? റിജക്റ്റായി. എംബസിയിൽ നിന്ന് നിരാശനായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ദൂത് കറക്റ്റായിരുന്നു, പക്ഷെ വിസ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞാൽ ദൈവം ഭോഷ്ക്ക് പറയത്തില്ല. ദൈവം ഭോഷ്ക്ക് പറയത്തും അവൻ മനുഷ്യനല്ല. വ്യാജം പറയാൻ അവൻ ആരല്ല? ഉറക്കെ പറഞ്ഞേ, മനുഷ്യനല്ല. സ്തോത്രം. ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ. എനിക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല. ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ. കാര്യം എനിക്ക് അതിനകത്തൊരു നാണക്കേടുമില്ല. ദൈവം പറഞ്ഞുകൊണ്ടാ പറഞ്ഞേ. ഏതായാലും 10-20 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. 1-2 നിയോഗങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അതേ പേപ്പർ കൊണ്ട് ഒരു പേപ്പറും എക്സ്ട്രാ വേണ്ട, അതേ പേപ്പർ കൊണ്ട് ഒന്നുകൂടെ പോയി അങ്ങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയെ വന്ന് അറ്റൻഡ് ചെയ്യാം, ഇവിടെ ഇനി പറ്റത്തില്ല, ഇവിടെ നാണക്കേടായിരിക്കും, പറ്റത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, ആ സഹോദരൻ അതേ പേപ്പറും കൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ റിജക്റ്റ് ചെയ്ത അതേ പേപ്പറും കൊണ്ട് എംബസി വീണ്ടും ചെന്നു. ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാതെ വിസ അടിച്ച് കൈ കൊടുത്തു. അദ്ദേഹം അമേരിക്ക ചെന്ന് യൂണിവേഴ്സിറ്റിക്കകത്തിരുന്നുകൊണ്ട് ഡയറി നോക്കിയപ്പം ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞൊരു പ്രവചനം തമാശായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. നിന്നെ അറ്റ്ലാന്റിക്കിൻ്റെ മേളിൽ കൂടെ പറപ്പിക്കുമെന്ന് പറഞ്ഞ ദൂത്, തമാശായിട്ട് രസത്തിന് എഴുതി വെച്ച ദൂത് കേട്ടിട്ട് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ രസത്തിന് വേണ്ടി എഴുതി വെച്ചതാ, പക്ഷെ ആ ദൂത് നടന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പറക്കാൻ കഴിവില്ലാത്തവനെ പറപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. കാടപ്പക്ഷിയേക്ക് പറക്കാൻ അറ്റ്ലാന്റിക്കിൻ്റെ മേളിക്കൂടൊന്നും പറക്കാൻ പറ്റിയല്ല. സ്തോത്രം. ഇതിനെ പറക്കണമെങ്കിൽ അസാധാരണ ശക്തിയുള്ള കാറ്റടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെങ്കിൽ ഞാൻ ഇന്ന് പകൽ പ്രവചനമായൊരു ദൂത് വിളിച്ചു പറയുന്നു. ഈ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു കാറ്റടിക്കുമ്പോൾ ചില കാടകൾ ഇവിടെ അടിച്ച് പൊങ്ങാൻ തുടങ്ങും. ഉടബല ഹംദൽ കൗഡാ ജാര വൈഡ കൗഡ റീബൽ കൗഡാ ജാര ഹംദല റൗഡ കൗഡാ ജാര. ഓ, ചില യാത്രകൾ അടാരകൾ കൗഡാ ജാര, ചില സമുദ്രങ്ങൾക്ക് മീതെയുള്ള യാത്രകൾ. ഹല്ലേലൂയ. സ്തോത്രം. കാട പറന്ന എവിടം വരെ പറക്കും? അല്ലേ? പറഞ്ഞാൽ എവിടം വരെ പറക്കും?
പക്ഷേ അസാധാരണമായ ഒരു കാറ്റ്. ഈ പകലിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവ് ദൂത് പറയുകയാണ്, ദൈവസഭയുടെ ഒരു ദൂത് പറയുകയാണ്. അസാധാരണമായ ഒരു അന്തരീക്ഷ കാറ്റടിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകും. ഞാൻ ഒരു ദൂതൂടെ പറയാം, ദൈവാസമാരൂടെ കേട്ടോണം. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് അപ്പം നിന്ന് പോയി ഒരു പർവ്വതത്തിൻ്റെ ഗുഹയ്ക്കകത്തിരുന്നു. ഉടനെ വിളിച്ച് വരാൻ പറഞ്ഞു. ഉടനെ ഒരു കൊടുങ്കാറ്റ് പാറകളെ എന്തോ ചെയ്തു, കീറി. പക്ഷെ പ്രവാചകനെ കീറിയോ? കൊടുങ്കാറ്റ് പാറ കീറി, ഭൂകമ്പം മലകളെ കീറി, പക്ഷെ പ്രവാചകനെ കീറിയില്ല. ചില വിഷയങ്ങൾ നിന്റെ നേരെ വരുമെങ്കിലും അത് നിന്നെ കീറത്തില്ല. സ്തോത്രം ചെയ്യാമോ ദൈവം? ഇതിനെ അഭിഷക്തന്മാരെ ഇന്ന് പകൽ ദൂത് പറയുക, അത് നിന്നെ തകർക്കത്തില്ല, അത് നിന്നെ പൊളിക്കത്തില്ല. ഞാൻ ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇത് ദൈവം തന്ന ദൂത. ഇതൊരു പ്രസംഗിച്ച പ്രസംഗം എടുത്ത് പറയുകയൊന്നുമല്ല, ഇത് ഒരുക്കപ്പെട്ടൊരു ദൂതായത്. സ്തോത്രം. ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ കടന്നുപോയൊരു മേഖല ഇതേപോലെ ആയിരുന്നു. ഹോ റംധന റൗഷൽ ഖരാജനാദിയ. എല്ലാ ശക്തിയും ചോർന്നു പോകേണ്ട ഒരു സ്ഥാനത്ത്, പക്ഷെ ദൈവം ബലത്തോടെ നിർത്തി. തകർന്നു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത്, സകലതും പ്രതികൂലമെന്ന് ചിന്തിച്ച സ്ഥാനത്ത്, പക്ഷെ എന്തോ ഞാനവിടെ സ്തോത്രമൊന്നും പറഞ്ഞില്ല, ധൈര്യത്തോടെ നിന്നു. വരട്ടെ, കാണാം. പക്ഷെ അന്ന് രാത്രി ഞാൻ വന്ന് കിടന്നുറങ്ങുമ്പം എൻ്റെ രണ്ടാമത്തെ മകൾ, വിവാഹം കഴിയാതെ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ രണ്ടാമത്തെ മകളും ഞാനും കൂടെ മുഖത്തോട് മുഖം നോക്കി ഒരു ബോട്ടിനകത്തൂടെ അതിഭയങ്കരമായ ഒരു കടലിൽ കൂടെ യാത്ര ചെയ്യുന്നൊരു കാഴ്ചയും കണ്ടു. കാറ്റുകളാൽ ഇത് കിടന്നിങ്ങനെ ആടി ഒലയുന്നെങ്കിലും ഭീകരമായ കൂറ്റൻ തിരമാലകൾ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ കറുത്തിരുണ്ട് പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ അതെൻ്റെ പടകിൻ്റെ അരികിൽ വരെ വന്നിട്ട് അകത്ത് കയറാതെ തിരികെ പോകുന്നൊരു കാഴ്ച കണ്ടു. ഈ മക്കളെ, നമുക്കൊക്കെ ആത്മീയ ആവേശം വരുമ്പോൾ ശക്തിയുള്ള പാട്ടാണ് പാടുന്നത്, അല്ലേ മോനെ? ശക്തിയുള്ള പാട്ടല്ലേ പാടുന്നത്? പക്ഷെ ആ സമയത്ത് ആത്മാവ് ഇടപെട്ടതൊരു ശാന്തമായ പാട്ടാണ്. ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു പാട്ട് ഞാൻ കണ്ടു. പ്രഭാതത്തിൽ കൂരിരി തിങ്ങിടും താഴ്വര കാണുകയാൽ. ആ പാട്ടെൻ്റെ ആത്മാവിനെ ചലിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചലിക്കുകയാണ്. ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ആ ഒരാഴ്ച ഉപവസിച്ചെന്നുള്ളത് ശരിയാ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നെ പേഴ്സണലി അറിയാവുന്നവർ പ്രാർത്ഥിച്ചു, ദൈവത്തിന് സ്തോത്രം. കുടുംബമായി മുക്കിക്കളയുമെന്ന് പറഞ്ഞു വന്ന വലിയ കാറ്റാണ്. ഞാൻ അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, ഇത് ഏത്? അടുത്തിരിക്കുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, നീ ഏത് കടലിൽ കൂടാ പോകുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്ന, പല കടലുകളുണ്ടല്ലോ. ഞാൻ അറ്റ്ലാന്റിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഓർത്ത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ അറ്റ്ലാന്റിക്കിൻ്റെ ഹല്ലേലൂയ ആടി ഉലയുന്ന അല്ലെങ്കിൽ അലച്ചുയർന്നു വരുന്ന ഭീകര മരണത്തിരമാലകളുടെ നടുവിലും കൂരിരുത്തിങ്ങിടും താഴ്വര കാണുകയാൽ പാരിച്ച വീതിയിൽ വീണു ഞാൻ. പക്ഷേ ഞാനൊരു അനാഥനായി തീരുകയില്ല. ഈ പടകിൻ്റെ നാഥൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് രാവിലെ അബോധ്യമുള്ള പ്രിയപ്പെട്ടവർ പറ, സകലതും പ്രതികൂലമായെങ്കിലും, സകലതും നിരാശയിലായെങ്കിലും ഈ പടക് മുങ്ങാൻ അവൻ അനുവദിക്കത്തില്ല. രേഖ പ്രതികൂലമാണെങ്കിലും മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അനവധി ദൈവമക്കൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, ആ കാഴ്ച എൻ്റെ കണ്ണിന് മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ഭീകരമായ കറുത്തിരുണ്ട തിരമാലയായിരുന്നു. അത് മുക്കാതെ, അതിൻ്റെ നടുവിൽ മുങ്ങാതെ ഇവിടെ ഈ മൈക്കും കൊണ്ട് പിടിച്ചുകൊണ്ട് നിൽപ്പാൻ ദൈവം പ്രാപ്തി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന സ്തോത്രം.
കർത്താവിദാസനെ ഒരു അന്തരീക്ഷം ഇവിടെ വെളിപ്പെടും കേട്ടോ. അത് ഇന്നിവിടെ വെളിപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു അന്തരീക്ഷം ഇവിടെ വെളിപ്പെടും കേട്ടോ. ഞാൻ പ്രാർത്ഥനാ മുറിയിൽ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞതാണ്, ചിലരെ എടുത്തെറിയുന്നത് പോലുള്ള ചില അനുഭവങ്ങളുണ്ടാകും. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചില അനുഭവങ്ങളിലൂടെ ഉണ്ടാകും. നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. ദൈവത്തിന് സ്തോത്രം. ഓ റവ ശന്തന റൗഡ കൗഡാജാര റൗഡ ഖംദന റീവ ഷൈഡ രാജന ഹംദൽ കൗഡാജാന. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ കൂടെ കർത്താവ് നിന്നെ നടത്താൻ പോകുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു കാറ്റ്, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു ഭൂകമ്പം. രാജ ദൈവദാസനെ ദൂത് പറയുക കേട്ടോ. അജരാ റൗഡ രാജന ഹംദന റീവൽ കൗഡാജാന. അത് നിന്നെ കീറത്തില്ല. അജരാ റൗഡ രാജന ഹംദൽ കൗഡാരാജ. പർവ്വതങ്ങൾ കീറും, കുന്നുകൾ കീറും, പാറകളെ കീറുമെങ്കിലും അത് നിന്നെ കീറത്തില്ല. നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. കാര്യം നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ നട്ടത് ദൈവമാണെങ്കിൽ, നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായിട്ടുണ്ടായ സകല ഘടകങ്ങളെയും എനിക്ക് ആ വാക്യം ക്രിസ്തു ജയം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ ദുഃഖമാണ്. അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശക്തി ഇന്നും അവൻ്റെ കരം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് പറഞ്ഞപ്പോൾ ഇന്ന് പകൽക്കാലം ചിലരെ ഇവിടുന്ന് പോക്കും കേട്ടോ. യെസ്, ഞാനത് ആത്മാവിൽ വിശ്വസിക്കുക. എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ദൈവത്തിന് നിർബന്ധമുണ്ടെങ്കിൽ ദൈവം നിന്നെ ഇന്ന് രാവിലെ തൊടും. ഊടവര ഷൈഡൽ കൗഡാജാര റൈദമന ഹംദര റൗഷൽ കൗഡാരാജര. ഈ പകൽ കർത്താവ് എന്നെ ഒന്ന് തൊടണമെന്ന് നീ എത്ര ആഴത്തിൽ കിടക്കുകയാണെങ്കിലും അവിടുന്ന് നിന്നെ പോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പോലെ കാലം പോക്കാൻ പോകുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു കാറ്റടിക്കാൻ പോകുക മോളെ. നിനക്ക് വേണ്ടി ഒരു കാറ്റടിക്കാൻ പോകുക. നിന്റെ സഭയ്ക്ക് വേണ്ടി ഒരു കാറ്റടിക്കാൻ പോകുക. എനിക്ക് വേണ്ടി ഒരു കാറ്റടിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവം സംസാരിച്ചതാ. ബുദ്ധിമാന്മാരുടെയും കഴിവുള്ളവരുടെയൊക്കെ ഇടയിൽ ശുശ്രൂഷിച്ചപ്പോഴാണ് പാസ്റ്ററെ കൃപ പോയത്. പക്ഷെ ഒരു കാലത്ത് കൃപയ്ക്ക് വേണ്ടി നിന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നോട് ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അതേപോലെ ഇനി ഉപയോഗിക്കും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീ എന്നെ മറന്നതാണോ? ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മറന്നില്ല. ഞാൻ നിന്നെ അതേപോലെ കരങ്ങൾ ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം വേറൊരു ദൈവദാസൻ വന്നെൻ്റെ ചെവി വന്നെന്നോട് ദൂത് പറഞ്ഞു. എന്നോട് ദൈവം കേട്ട ശബ്ദത്തിൻ്റെ ഉറപ്പായിട്ട് ആ ദൂത് ഉറപ്പിച്ച് എന്നോട് പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനത്താൽ എത്ര ദൈവമക്കൾ ഇതിനകത്ത് ആഗ്രഹിക്കുന്നു. ദൈവാത്മാവിൻ്റെ ഒരു പ്രദർശനശാലയായി നമ്മുടെ ആരാധന തീരണം. വരും ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രദർശനം. ഞാനൊരു കാര്യം പറയാം. സകലതും പ്രതികൂലവും നിരാശയുമായിരിക്കുമ്പോൾ അതിനിടയിൽ വ്യാപരിക്കുന്നൊരു ജീവചാലക ശക്തിയുണ്ട്. നിന്നെ പൊക്കുന്നൊരു ശക്തിയുണ്ട്, നിന്നെ അടിക്കുന്ന ഒരു ശക്തിയുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കരമുണ്ട്. ഈ രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് എത്ര ശ്രേഷ്ഠമാണ്. അതിനായിട്ട് ഒരന്തരീക്ഷം ഒരുങ്ങട്ടെ. ആ ക്രിസ്റ്റോളജിയിലെ ഏറ്റവും വലിയ ശക്തമായ ദൈവോചന ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഒന്ന്, ഇൻ ഹിം വി ഹാവ് റിഡംഷൻ. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. പാപത്തിൻ്റെ ശക്തി, അത് തന്നെ ഒരു പോയിന്റ് പറയണം. പാപത്തിനൊരു വലിയ പവറുണ്ട്. സ്തോത്രം. പാപത്തിന് ഒരു പവറുണ്ട്. ആ പാപത്തിൻ്റെ ചില ശക്തിയാണ് ചില വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടാതെ തടസ്സപ്പെട്ട് കിടക്കുന്നത്.
എന്നാൽ ഇന്ന് പകൽ കർത്താവിൻ്റെ സ്നേഹം, കാൽവരിയിലെ സ്നേഹത്താൽ അവൻ്റെ കരത്താൽ ആ പാപത്തിൻ്റെ ശക്തിയെ ഭേദിച്ച്, അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായിരിക്കാം, പക്ഷെ ദൈവം ക്ഷമിച്ച് അവിടെ നിന്നൊരു മോചനത്തിൻ്റെ, വിടുതലിൻ്റെ ശബ്ദം നിന്റെ വായിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. ഗ്ലോറി. ആകെ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും എല്ലാ നുണയും അസൂയയും നീക്കിക്കളയുവീൻ. ഗ്ലോറി, ഗ്ലോറി. ഹൃദയത്തിനകത്ത് ഇതിൽപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയണം. ദൈവത്തിന് സ്തോത്രം. ഗ്ലോറി ബി ടു ദി ലോർഡ്. ഞാൻ ഈ ക്രിസ്റ്റോളജി 2ാമത്തെ ഭാഗം വായിച്ച അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. അടുത്ത വാക്യം, സ്വർഗത്തിലുള്ളതും, ഉറക്കെ പറഞ്ഞേ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ. പ്ലീസ് പ്ലീസ്. ദൃശ്യമായതും, സഭ തന്നെ രണ്ടുണ്ട്. ദൃശ്യമായ സഭയുണ്ട്, അദൃശ്യമായ അൺസീൻ ചേർച്ച്. സ്തോത്രം. ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം എൻ്റെ കൂടെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. കർത്താവ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ഗ്ലോറി. സീൻ ആൻഡ് അൺസീൻ. സീൻ കാണുന്ന ലോകവും കാണാത്ത ലോകവും. സ്തോത്രം. ദൃശ്യമായതും അദൃശ്യമായതും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലതും കാണുന്നില്ലെങ്കിലും അത് അദൃശ്യ മേഖലയിലുണ്ട്. പക്ഷെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അദൃശ്യ മണ്ഡലത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ, ഹല്ലേലൂയ, വിശ്വാസത്താൽ വലിച്ചു കൊണ്ടുവരികയാണ് പ്രാർത്ഥന. അദൃശ്യ മണ്ഡലത്തിൽ ദൈവം നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുള്ള, ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ നന്മകൾ പ്രാർത്ഥനയിൽ കൂടെ ദൈവമക്കൾ അത് വലിച്ചന്ന് അടുപ്പിക്കുകയാണ്. അതിൻ്റെ അടയാളമായിട്ട് കൈയൊക്കെ ഒന്ന് ചലിക്കുന്നത്, വരുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് കരമൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്യുന്നത്, വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, ക്രിസ്റ്റോളജി അടുത്ത പ്രത്യേകത, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. അടുത്തത് 16ാമത്തെ വാക്യം, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ. മതി. സിംഹാസനങ്ങൾ, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനങ്ങൾ. ഈ ഹല്ലേലൂയ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വാഴ്ച നടത്തുന്ന ഏതെല്ലാം സിംഹാസനങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ സിംഹാസനങ്ങളെക്കാളും മേളിലുള്ള, ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ സഞ്ചരിക്കുന്ന സിംഹാസനമാണ് നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനം. ഞാൻ അയർലൻഡിൽ പോയപ്പോൾ ഒരു ദിവസം പ്രസംഗിച്ചത്, ഇവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ വാക്യമായിരുന്നു ദൈവസിംഹാസനത്തിൻ്റെ പ്രത്യേകതയുടെ ചില പ്രത്യേകതകൾ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രത്യേകത പറയാം, അതിവിടെ വന്ന ഒരു പ്രത്യേകതയാണ്. ദൈവസിംഹാസനത്തിൻ്റെ പ്രത്യേകതയുടെ ഒരു പ്രത്യേകത, ദൈവസിംഹാസനത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, പളുങ്കിനൊത്ത കണ്ണാടിക്കടലാണ്. ഒന്നുറക്കെ പറഞ്ഞ്, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. ഞാൻ വിചാരിച്ച, ദൈവമേ, എന്തുവാ ഈ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എന്ന് പറഞ്ഞാൽ? സ്തോത്രം, ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇത് ഗ്ലാസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദൈവസിംഹാസനത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. സാബു മാത്യു എന്ന് പേര് വിളിക്കുമ്പോൾ ഞാൻ ചെന്ന് സിംഹാസനത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ ആരും സ്വിച്ച് ഇടണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ആ സിംഹാസനത്തിൻ്റെ മുന്നിൽ സകലതും ഡിസ്പ്ലേ ആയിട്ട് വെളിയിൽ വരും. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ചെയ്ത സർവ്വ കാര്യങ്ങളും അവിടെ വെളിപ്പെട്ടു വരും. അല്ലെങ്കിൽ ഞാൻ കർത്താവ് മുഖാന്തരം ചെയ്തത് മുഴുവനും, അല്ലെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്തത് പറഞ്ഞത് മുഴുവനും അവിടെ വെളിപ്പെട്ടു വരും. അന്ന് ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം എന്തുകൊണ്ടാകും? ഉറക്കെ പറഞ്ഞ്, നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഈ പളുങ്കിനത്തെ കണ്ണാടിക്കടലിൻ്റെ മുന്നിലാണ് കയറി അങ്ങോട്ട് നിൽക്കുന്നത്. അതിലോട്ടൊന്ന് ചവിട്ടിയാൽ മതി. അതിൻ്റെ തെളിവാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഇലക്ട്രോണിക് ഡിജിറ്റൽ വെയിറ്റ് നോക്കുന്ന മിഷനുണ്ട് അല്ലേ? അടി 4 ബുഷും മേളിലൊരു ഗ്ലാസും, 4 ബുഷും ഒരു ഗ്ലാസും. എന്നിട്ട് മേളിൽ ഇങ്ങനെ ഇത്രേ സ്ഥലമേ ഉള്ളൂ. നമ്മളങ്ങോട്ട് കയറി അതുവരെ ഒന്നുമില്ല, ഒരു സീറോ മാത്രം ഇങ്ങനെ കിടക്കും. നമ്മൾ കയറി നിൽക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം അമ്മാമ്മ കയറി നോക്കിയപ്പോൾ 84, എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടോ? 60 ഉള്ളെന്നും പറഞ്ഞാൽ നടന്നേ. നോക്കിയപ്പോഴേ 84. സ്തോത്രം. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ചവിട്ടിയാൽ മതി, ലൈറ്റ് തെളിയും. സ്വിച്ച് ഒന്നും വേണ്ട. സ്തോത്രം.
സ്തോത്രം. കാര്യം സ്വർഗത്തിൽ വേറെ കരണ്ടാ വ്യാപരിക്കുന്നത്, ഭൂമിയിലെ ഒരു കരണ്ടുമല്ല അവിടെ വ്യാപരിക്കുന്നത്. സ്തോത്രം. അവിടുത്തെ ലൈറ്റുകളൊക്കെ കത്താൻ വേറെ എനർജി ഒന്നും വേണ്ട, അവിടെ ഫുൾ ഇലക്ട്രിക്. ഹലോ സ്തോത്രം. നിങ്ങളാരും മനസ്സിലാകുന്നില്ലേ? ഫുൾ പവറിന്റെ കേന്ദ്രം അവിടെ. കുഞ്ഞാട് തന്നെ വിളക്ക. കർത്താവിന്റെ പാദപീഠം ചവിട്ടുന്നിടത്ത് നിന്ന് കറണ്ട് വ്യാപരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, തേജസ്സുള്ളവനായ കർത്താവിനെ അല്ലെങ്കിൽ യോഹന്നാൻ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ താഴെ വീണു. സ്തോത്രം. മരിച്ചവനെ പോലെ എന്തോ ഇത് ഉറക്കെ പറ. ഉറങ്ങി താഴെ വീഴുകയല്ല. സ്തോത്രം. ഞാൻ വേഗത്തിൽ നിർത്താം. ഇല്ല, ആരെങ്കിലും ചിലതിന് ഉച്ചയ്ക്ക് ചൂടുമൊക്കെ അടിച്ച് ചിലപ്പോൾ ഉറങ്ങി താഴെ വീഴും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഈ കരണ്ട് അടിക്കുമ്പോഴും ചിലർ എന്തോ ചെയ്യും? ഉറക്കെ പറ. യോഹന്നാൻ മരിച്ചവനെ പോലെ താഴെ വീണു. ഈ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ. സ്തോത്രം ചെയ്തേ ദൈവമക്കളെ. സ്തോത്രം പറഞ്ഞ് ഇനി ആ വാക്യം ഒരാൾ ആ വാക്ക് തൊട്ടൊന്ന് വായിച്ച. സിംഹാസനങ്ങളാകട്ടെ. അപ്പൊ എല്ലാ സിംഹാസനങ്ങൾക്കും മേളിലുള്ള സിംഹാസനമാണ് എൻ്റെ കർത്താവിന്റെ സിംഹാസനം. അടുത്തത് സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ. കർത്തൃത്വങ്ങളാകട്ടെ. ചില കർത്തൃത്വങ്ങളുണ്ട്. ആകട്ടെ. വാഴ്ചകളാകട്ടെ. ചില വാഴ്ചകളുണ്ട്. അധികാരങ്ങളാകട്ടെ. ചില അധികാരങ്ങളാകട്ടെ. പിന്നെ വായിച്ചോ. സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് എല്ലാറ്റിൻ്റെ മീതെ കർത്താവിനെ വെച്ചു. എന്നിട്ട് അതിനെ സഭയുടെ തലയാക്കിയും വെച്ചു. ഇന്ന് രാവിലെ ആ തല ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വായായിട്ട് നിന്നാ സംസാരിക്കുന്നത്. സ്നാപക യോഹന്നാനെ ചോദിച്ചു, നീ ആരാ? ക്രിസ്തുവാന്നോ പ്രവാചകനാന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ഹല്ലേലൂയ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാ. ഇന്ന് പകൽ ഞാൻ കേട്ട വചനം, കേട്ട ദൈവവചനം ഞാൻ വായിൽ കൂടെ വിളിച്ചു പറയുന്നേ ഉള്ളൂ. സ്തോത്രം. ഇതിൻ്റെ 2-ാം ഭാഗം ഞാനിപ്പോൾ പ്രസംഗിക്കുന്നില്ല. കാരണം സ്തോത്രം, അത് 3-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ഇടുകയാണ്. ഇന്ന് പകൽക്കാലം ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാനങ്ങ് പറയാം. നിങ്ങൾ ചിരിച്ചാലും കളിയാക്കിയാലും ഞാൻ ഇനി അങ്ങ് പറയും. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ ഈ ദൂത് ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ കഴിച്ച ചില ഭക്ഷണം മുഖാന്തരം ദണ്ഡനം അനുഭവിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. കഴിച്ച ഭക്ഷണത്തിൽ കൂടെ അനുഭവിക്കുന്ന ചില ദണ്ഡനങ്ങൾ കൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. സ്നേഹത്തിൻ്റെ ഭക്ഷണമായിട്ടാണ് തന്നതെങ്കിലും ആ ഭക്ഷണത്തിൽ കൂടെ അകത്തത് പ്രതിസന്ധിയായി മാറിയിട്ടുള്ള ചില ജീവിതങ്ങളുണ്ട്. അവർക്കിന്ന് പകൽക്കാലം വിടുതലാണ്. ഭക്ഷണ പാനീയങ്ങൾ മുഖാന്തരം നിന്റെ ആത്മീയത്തെയും ഭൗതികത്തെ ഒതുക്കാൻ വേണ്ടി ശത്രു ചെയ്തു വെച്ച ചില വിഷയങ്ങളെ ഈ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇന്ന് പകൽക്കാലം വിടുവിക്കാൻ പോവുകയാണ്. 2 റീബാ ശംദന റൗഡൽ കൗഡാരാജന. ഉൾപ്പെട്ട് നിന്ന കുടുംബത്തിൻ്റെ ഞാനിങ്ങനെ പറയുന്നത് ദൈവാത്മാവ് നൽകി വെളിപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ സ്തോത്രം. ഉൾപ്പെട്ട് നിന്ന കുടുംബത്തെ പശ്ചാത്തലത്തിൽ നിന്ന് ചില പാരമ്പര്യങ്ങളിൽ നിന്ന് പൊങ്ങി വന്ന ചില ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനം എന്ന പോലെ മനസ്സിൽ തോന്നിപ്പിച്ച് അത് അസ്വസ്ഥതകൾ ഇട്ടുകൊണ്ട് വളർച്ചയെയും വർധനവിനെയും പൂർണ്ണതയെയും തടയുന്ന ചില വിഷയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റും. നമ്പർ 3 റീബാബ ശംദൽ കൗഡാരാജനസ്യ. വിശ്വാസത്തിൽ വന്നിട്ട് ചില നാളുകളായെങ്കിലും വളരാനോ വർദ്ധിക്കാനോ പെരുകാനോ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന മണ്ണുമായി ബന്ധപ്പെട്ട എല്ലാവരും ആരാധിക്കുമെങ്കിലും നിങ്ങൾക്ക് മാത്രം ആരാധിക്കാൻ പറ്റുന്നില്ല.
അതൊരു പ്രശ്നമാണ്. ഇതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓരോന്നും ആത്മാവ് എന്നോട് പറഞ്ഞത്. ഇന്ന് രാവിലെ മാത്രമല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റ് 5 മണിക്കേ എഴുന്നേറ്റുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എന്നോട് ആത്മാവ് സംസാരിക്കുകയായിരുന്നു ഈ ദൂതുകൾ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് വചനത്തിൽ കൂടെയുള്ള ദൂത് എനിക്ക് അങ്ങനെയും കൂടെ വരണം. ദൈവത്തോട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ദൈവരാജ്യത്തിലേക്കൊരു കടുകുമണി എടുത്തിട്ടു. കടുകുമണി എടുത്തിട്ട വലിയ സസ്യമൊന്നും ആവത്തില്ല. അതൊരു ചെടിയാണ്, അതൊരു പ്ലാന്റാണ്. പക്ഷെ എൻസൈക്ലോപീഡിയ നോക്കുമ്പം സസ്യമായിട്ടുള്ള മസ്റ്റാർഡും ഉണ്ട്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ മണ്ണിലായിട്ട്, ദൈവരാജ്യത്തിൻ്റെ മണ്ണിനൊരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടാണ് ഇത് സസ്യമായി തീർന്നത്. അതുകൊണ്ടാണ് ഇത് വലിയ കമ്പുകളെ പുറപ്പെടുവിച്ചത്, കൊമ്പുകളെ. അതുകൊണ്ടാണ് ഇതിൻ്റെ കൊമ്പുകളിൽ പലതും വന്ന് കൂടുകൂട്ടിയത്, പലതും ഇതിൻ്റെ തണലിൽ വന്ന് പാർത്തത്. കടുകല്ലെങ്കിൽ കടുകിൻ്റെ ഫലശേഖരം കഴിഞ്ഞാൽ പിഴുതെന്തോ ചെയ്തേ ഉള്ളൂ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാം, ഈ ദൂതിൻ്റെ പകുതി ഭാഗമേ തീർന്നിട്ടുള്ളൂ. ആരാധിക്കുന്നിടത്താ വന്നത്, പ്രാർത്ഥിക്കുന്നിടത്താ വന്നത്. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. പക്ഷേ അതിൻ്റെ വളർച്ചയും അതിൻ്റെ വർധനവും അതിൻ്റെ അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ കിടപ്പുണ്ട്. റീബ ശംദന റൗഡ ഖൗദാജാര. ഇന്ന് പകൽക്കാലം ദൈവം ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ തരാൻ പോവുകയാണ്. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കും. ദയവായിട്ടൊന്ന് എഴുന്നേറ്റിരിക്കാമോ? എനിക്ക് പറയാനുള്ള ദൂത് മൊത്തം ഞാൻ പറഞ്ഞു. എപ്പപ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും എന്തോ ചെയ്യുന്നുണ്ട്? പോരാടുന്നു. പ്രാർത്ഥനയിൽ പോരാടേണ്ടതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ പോരായോ? പോരാ. ആരാധിച്ചാൽ പോരാ? പോരാ. പോരാടി പ്രാർത്ഥിക്കണം. ഇതുവരെ ഇവിടെ നടന്ന പ്രാർത്ഥന പോലെ അല്ല. ഇതുവരെ ഇവിടെ നടന്ന ഉപവാസം പോലെ അല്ല. ഈ ഉപവാസത്തിൻ്റെ പിന്നിൽ ഒരു വളർച്ചയുണ്ട്, ഒരു വർധനവുണ്ട്, ഒരു തികവിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ നടുന്നവനും നനയ്ക്കുന്നവനും വളരുമാറാക്കുന്നത് ദൈവമത്രേ. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കാരണം തോന്നുന്ന ദൈവത്താൽ അത്രേ. ഞാനല്ല നിങ്ങളെ വിടുവിക്കുന്നത് സകലത്തിനും തലയായ കർത്താവിൽ കൂടിയാണ്. 2 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ഇതിനകത്ത് കൊടുത്തിരുന്നു. ഹല്ലേലൂയ വാക്യം വായിപ്പിച്ച് കേൾപ്പിച്ചിട്ടില്ല. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ റെഫറൻസ് ഇവിടെ 3 വാക്യങ്ങളാണ് പ്രധാനമായിട്ട് വായിക്കാനിരുന്നത്. അവിടെ ഈ വർധനവും വളർച്ചയും തികവും ആ വാക്യങ്ങളിൽ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓ റൗഡാരവ ശംദന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ആരംഭത്തിൽ പ്രാർത്ഥിക്കും. അതിനുശേഷം അല്പസമയം കരങ്ങളടിച്ച് ദൈവമക്കൾ ആരാധിക്കണം. ആരും പോകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ പോകുകയാണ്. ഇതുവരെ ഇവിടെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ആത്മീയ അന്തരീക്ഷം ഇവിടെ വെളിപ്പെടും. ഈ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു അനുഭവം ഇവിടെ ഉണ്ടാകും. ഒരു സുഗന്ധം ഇവിടെ വീക്ഷിക്കപ്പെടും. കൃപാവരങ്ങളുടെ ഒരു ജ്വലന ഇവിടെ ഉണ്ടാകും. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഉടവാ രഗതൽ കൗഡാ രാജ. ദൈവദാസന്മാരെ കുറിച്ച് എനിക്ക് പ്രത്യേക നിയോഗം കിട്ടിയിട്ടുണ്ട്. അവരുടെ അധരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അജര റൗഡൽ ഖൗഡാജാന ഹംദര റൗഡൽ ഖൗഡാജാന പുതിയ ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്ന ദിവസമാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. അല്പസമയം സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. അസാധാരണമായ ഒരു കാറ്റടിച്ച് കാടപ്പക്ഷിയെ പറപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് ദൈവസഭയ്ക്കകത്ത് അടിച്ച് അജര റൗഡ രാജ റംദൽ ഖൗഡാജാന. നാളുകളായി ഭക്ഷണത്തിൽ കൂടെ നിന്റെ അകത്ത് ബന്ധിച്ച ചില ബന്ധനങ്ങളെ ഇന്ന് പകൽകാല തമ്പുരാൻ അഴിച്ചുവിടുന്ന പകല. ഈ സ്വാതന്ത്ര്യത്തോടെ കടന്നു പോകുന്ന പകല. ഉടവര ബൗഡാ രാജല ഹത്തര റീവ ഖൗഡാ ജാന ഹംദര ബൗഡാ ജാന ഏൽപ്പിച്ചു കൊടുത്താട്ട്. പരിശുദ്ധാത്മാവ് ചിലരെ തൊടട്ടെ. കർത്താവ് ചിലരെ തൊടട്ടെ. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഉടവര ബൗഡാ രാജൽ ഖൗഡാ രാജ കർത്തൃത്വങ്ങളാകട്ടെ, ദൃശ്യമായതാകട്ടെ, അദൃശ്യമായതാകട്ടെ,
സകലത്തിനും മീതെ തലയായ യേശുവിന്റെ നാമത്താൽ, സകലത്തിനും മേലായ നാമമായ ശ്രീ യേശുവിന്റെ നാമത്താൽ ഈ പകൽ വിടുതൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുന്നു. ആത്മനിറവിൽ ആരാധിച്ചാത്ത ആ സിംഹാസനത്തിന്, എല്ലാ സിംഹാസനങ്ങൾക്കും മീതെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സിംഹാസനം ഈ പകൽ